ചരിത്രത്തിന്റെ താളുകൾ മറിച്ചു നോക്കിയാൽ ഇന്ത്യ ഭൂമിയിലെ തന്നെ സമ്പന്നമായ പ്രദേശങ്ങളിൽ ഒന്നായിരുന്നു. ചൈനയും യൂറോപ്പിനെയും ഒക്കെ കമ്പയർ ചെയ്യുമ്പോൾ സമ്പത്തിന്റെ കാര്യത്തിൽ ഇന്ത്യ വളരെ മുൻപന്തിയിലായിരുന്നു കുറെ വർഷങ്ങൾക്ക് മുമ്പേ. എന്നാൽ 200 വർഷത്തെ ബ്രിട്ടീഷ് അധിനിവേശത്തിന് ശേഷം ഇന്ത്യ ലോകത്തിലെ തന്നെ ഏറ്റവും ദരിദ്രമായ പ്രദേശങ്ങളിലൊന്നായി മാറി. അതെങ്ങനെ സംഭവിച്ചു എന്നാണ് ഞാൻ പറയാൻ പോകുന്നത്. ബ്രിട്ടീഷുകാരുടെ ഇന്ത്യയിലേക്കുള്ള അധിനിവേശത്തെ പറ്റി മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ ആദ്യം യൂറോപ്യൻസ് ഇന്ത്യയിലേക്ക് യാത്ര ചെയ്യാൻ പ്രേരിതരായത് എന്തുകൊണ്ടാണെന്ന് അറിയേണ്ടതായിട്ടുണ്ട്. യൂറോപ്പുകാർക്ക് ഒരു പ്രശ്നമുണ്ട്. എന്തായിരുന്നു അത് പ്രശ്നം? അവരുടെ ഭക്ഷണം. യൂറോപ്പുകാരുടെ അവരുടെ ഭക്ഷണത്തിൽ ഉപയോഗിക്കാൻ പറ്റിയ സ്പൈസസുകൾ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല. റോസ്മേരി, പാർസ്ലി, ദിൽ എന്നീ ചെറിയ ഇനം സ്പൈസസുകൾ മാത്രമേ അന്ന് യൂറോപ്പിലുണ്ട്. ഇന്ത്യയിൽ ഉണ്ടാകുന്ന കുരുമുളക്, കറുവപ്പട്ട, ഇഞ്ചി എന്നീ സ്പൈസസുകൾ പുതിയതും വളരെ ഫ്ലേവർ ഉള്ളതുമായിരുന്നു. അതുകൊണ്ട് തന്നെ യൂറോപ്പുകാർക്ക് ഏഷ്യൻ സ്പൈസസിനോടും ഏഷ്യൻ ഫുഡ് കസിൻസിനോടും വളരെ താല്പര്യമുള്ളതായിട്ട് കണ്ടു. ഇത് അവരെ ഇന്ത്യയിലേക്ക് യാത്ര ചെയ്യാൻ പ്രേരിപ്പിച്ചു, കച്ചവട ആവശ്യത്തിന് വേണ്ടി. ഇന്ത്യയിൽ നിന്നുള്ള സ്പൈസസുകൾ 12,000 വർഷങ്ങൾക്ക് മുൻപ് തന്നെ യൂറോപ്പിലുള്ള കച്ചവടക്കാർ വ്യാപാരം ചെയ്തതായി ചരിത്രം കാണിക്കുന്നു. അപ്പോൾ ഈ വ്യാപാരം എങ്ങനെ നടന്നു എന്ന് നമുക്കൊന്ന് നോക്കാം. ആദ്യമായി തന്നെ ഇന്ത്യയിലുള്ള ഒരു കർഷകർ വിളവെടുപ്പിന് ശേഷം കർഷകർ അവരുടെ കയ്യിലുള്ള ആ സ്പൈസസുകൾ അടുത്ത മാർക്കറ്റിൽ വിൽപ്പനയ്ക്കായി കൊണ്ടുപോകുന്നു. അവിടുന്ന് ഒരു കച്ചവടക്കാരൻ ഈ സ്പൈസസ് എല്ലാം വളരെ വലിയ അളവിൽ വാങ്ങിക്കൂട്ടുന്നു. ഈ കച്ചവടക്കാരൻ വാങ്ങിക്കൂട്ടിയ ഈ സ്പൈസസുകൾ ടൗണിൽ കൊണ്ടുപോയി വിൽക്കാൻ ശ്രമിക്കുന്നു. അങ്ങനെ ഒരു കാലത്ത് ഇന്ത്യയുടെ ഒരു ഭാഗത്തുണ്ടാകുന്ന സ്പൈസസുകൾ മറുഭാഗത്തും രാജ്യം കടന്ന് യൂറോപ്പ്, ഏഷ്യ, ആഫ്രിക്ക ഇതുപോലെയുള്ള പല സ്ഥലങ്ങളിലേക്കും എത്തിയിരുന്നു. ഇന്ത്യയിൽ നിന്ന് സ്പൈസസുകൾ പുറത്തേക്ക് പോകാൻ അന്ന് 2 പ്രധാന വഴികൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഒന്ന് മധ്യ ഏഷ്യയിലൂടെ, ഇതിനെ സിൽക്ക് റോഡ് എന്നറിയപ്പെടുന്നു. രണ്ടാമത്തെ വഴി ഇന്ത്യയിലൂടെ മിഡിൽ ഈസ്റ്റ് വഴി യൂറോപ്പിലേക്കും. 2 പ്രധാന പാതകളെ നിയന്ത്രിച്ചിരുന്നത് ഇന്ത്യയും ചൈനയുമായിരുന്നു. ഇന്ത്യയുടെ പല ഭാഗത്തായി നദികൾ ഉണ്ടായിരുന്നതോടുകൂടി കൃഷി ചെയ്യാൻ അനുയോജ്യമായ ഫലഭൂഷ്ടമായ മണ്ണായിരുന്നു ഇന്ത്യക്കുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ഈ നദികളുടെ അടുത്ത് വളരെയധികം ആൾക്കാർ കൃഷി ചെയ്തിരുന്നു. ഈ പ്രദേശങ്ങൾ എല്ലാം തന്നെ വളരെ സമ്പന്നമായിട്ടുള്ള പ്രദേശങ്ങളായി മാറി ഒരു കാലത്ത്. ഇന്ത്യ എന്ന് പറയുന്നത് നമ്മൾ ഇന്ന് കാണുന്ന ഇന്ത്യയെ പറ്റിയല്ല. അന്ന് ഇന്ത്യ ഒരു ഉപഭൂഖണ്ഡമായിരുന്നു. ഇന്ത്യ, പാകിസ്ഥാൻ, ബംഗ്ലാദേശ് ഉൾപ്പെടുന്നതായിരുന്നു ഈ ഉപഭൂഖണ്ഡം. കപ്പലിന്റെ കണ്ടുപിടുത്തത്തോടുകൂടി സൗത്ത് ഈസ്റ്റ് ഏഷ്യ വഴി ഇന്ത്യൻ ഓഷൻ ടച്ച് ചെയ്ത് ഈജിപ്റ്റ് വരെ പോകാൻ പറ്റുന്ന ഒരു പുതിയ കടൽ മാർഗം, അങ്ങനെ സ്പൈസസുകൾ ട്രേഡ് ചെയ്യാൻ മൂന്നാമതൊരു പാത കൂടി ഉണ്ടായി. ഇതോടുകൂടി യൂറോപ്പിലേക്ക് ട്രേഡ് ചെയ്യുന്ന 3 പാതകളുണ്ടായി. അതിൽ 2 പാതകളുടെയും കൺട്രോൾ ഇന്ത്യയുടെ നിയന്ത്രണത്തിലുമായി. ഏകദേശം 15-ാം നൂറ്റാണ്ടുകൂടി ആയപ്പോൾ ഈ ട്രേഡ് റൂട്ടുകൾ എല്ലാം തന്നെ കൺട്രോൾ ചെയ്തിരുന്നത് ഓട്ടോമാൻ എംപയർ എന്ന് പറയുന്ന ഒരു സ്റ്റേറ്റ് ആയിരുന്നു. ഈ ഓട്ടോമാൻ എംപയറിന്റെ തുടക്കം 1299 ഒസ്മാൻ I എന്ന് പറയുന്ന തുർക്കി ട്രൈബ് ലീഡർ ആയിരുന്നു. ഓട്ടോമാൻ എംപയറിന്റെ മിലിറ്ററി വളരെ സ്ട്രോങ് ആയതുകൊണ്ട് തന്നെ പല സ്ഥലങ്ങളും കീഴടക്കാൻ ഓട്ടോമാൻസിനെ കൊണ്ട് പറ്റി. ഏകദേശം 18-ാം നൂറ്റാണ്ട് വരെ എല്ലാ ട്രേഡ് റൂട്ടുകളും കൺട്രോൾ ചെയ്തിരുന്നത് ഈ ഓട്ടോമാൻ എംപയർ ആയിരുന്നു. ഓട്ടോമാൻസിന് സ്പൈസിന്റെ കാര്യത്തിൽ എതിരാളികൾ ഒന്നും തന്നെ ഇല്ലായിരുന്നത് കൊണ്ട് സ്പൈസിന്റെ ടാക്സും നിശ്ചയിച്ചിരുന്നത് അവർ തന്നെയായിരുന്നു. താമസിയാതെ തന്നെ അവർ ടാക്സുകൾ കൂട്ടി. സ്പൈസിന്റെ വില നിശ്ചയിച്ചിരുന്ന ഒരു ഘടകം ടാക്സ് ആയിരുന്നുണ്ടെങ്കിൽ മറ്റേ ഘടകം ഡിസ്റ്റൻസ് ആയിരുന്നു. നിങ്ങൾ എത്രത്തോളം അകലത്താണോ ഇന്ത്യയുമായിട്ട് അത്രയും വില കൂടുതലായിരുന്നു നിങ്ങളുടെ അവിടെ കിട്ടിയിരുന്ന സ്പൈസ്. അങ്ങനെ അകലത്തിലുള്ള ഒരു സ്ഥലമാണ് യൂറോപ്പിൽ ഉണ്ടായിരുന്ന പോർച്ചുഗീസ് എന്ന് പറയുന്ന സ്ഥലം. ഓട്ടോമൻസ് ടാക്സ് കൂട്ടിയത് കാരണം പോർച്ചുഗീസുകാർ ഇന്ത്യയിലേക്ക് വരാതായി. പോർച്ചുഗീസുകാർ ഇന്ത്യയിലേക്ക് വരാതായതോടുകൂടി യൂറോപ്പിലേക്കുള്ള സ്പൈസിന്റെ ഒഴുക്ക് കുറഞ്ഞു. എന്നാൽ താമസിയാതെ തന്നെ പോർച്ചുഗീസുകാർ വേറൊരു സംഭവം കണ്ടുപിടിച്ചു. അതാണ് നമുക്കിന്നറിയാവുന്ന പഞ്ചസാര. എന്തിൻ്റെയും ടേസ്റ്റ് കൂട്ടാനുള്ള പഞ്ചസാരയുടെ കഴിവ് പഞ്ചസാരയെ പെട്ടെന്ന് ഡിമാൻഡുള്ള ഒരു ഐറ്റമാക്കി മാറ്റി. അങ്ങനെ പോർച്ചുഗീസുകാർ പഞ്ചസാര കൃഷി ചെയ്യാൻ തുടങ്ങി. എന്നാൽ കരിമ്പ് കൃഷിക്ക് വേണ്ടിയിരുന്നത് വളരെ ചൂടായിട്ടുള്ള ക്ലൈമറ്റും എന്നാൽ വെറ്റായിട്ടുള്ള നിലവുമായിരുന്നു. യൂറോപ്പിലെ തന്നെ ചില ഇടങ്ങളിൽ മാത്രമേ ഇങ്ങനെയുള്ള നിലം ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് തന്നെയാണ് പോർച്ചുഗീസുകാർ ഇതിന് പറ്റിയ നിലങ്ങൾ തേടി നടന്നുകൊണ്ടിരുന്നു. അവർ താമസിയാതെ തന്നെ അറ്റ്ലാന്റിക്കിലുള്ള അസോറ, മെഡീര എന്ന് പറയുന്ന 2 ദ്വീപ് സമൂഹങ്ങൾ കണ്ടുപിടിക്കുകയും അതിനെ അവർ അവരുടെ കോളനിയാക്കുകയും ചെയ്യും. അതിനുള്ള മെയിൻ കാരണം ആ ദ്വീപ് സമൂഹങ്ങളുടെ ക്ലൈമറ്റ് തന്നെയാണ്. ചൂടുള്ള ക്ലൈമറ്റും എന്നാൽ ഈർപ്പമുള്ള നിലവുമായിരുന്നു ആ ദ്വീപ് സമൂഹങ്ങളിൽ ഉണ്ടായിരുന്നത്. കപ്പലിൽ യാത്ര ചെയ്യുന്ന ആൾക്കാരെ അപേക്ഷിച്ച് 1-2 പ്രോബ്ലം. ഒന്ന്, കപ്പലിൽ യാത്ര ചെയ്യുമ്പോൾ എപ്പോഴും കരയോട് അടുത്തുള്ള സ്ഥലത്തു മാത്രമേ യാത്ര ചെയ്യാൻ അവരെ കൊണ്ട് പറ്റിയിരുന്നു. കൂടുതൽ ദൂരെ പോയി എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ അവർക്ക് ബാക്കപ്പ് പ്ലാൻ ആയിട്ട് വേറൊരു സംഭവം ഇല്ലായിരുന്നു. എന്നാൽ താമസിയാതെ തന്നെ പോർച്ചുഗീസുകാർ പായ്ക്കപ്പലുകൾ
കണ്ടുപിടിച്ചു. ഈ പായ്ക്കപ്പലിന്റെ ഗുണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പായ്ക്കപ്പലുകൾക്ക് കാറ്റിന് എതിർദിശയിലും യാത്ര ചെയ്യാനുള്ള കഴിവാണ്. അതുപോലെ തന്നെ മറ്റ് ബോട്ടുകളെ അപേക്ഷിച്ച് വളരെ വേഗത്തിൽ യാത്ര ചെയ്യാൻ പായ്ക്കപ്പലിനെ കൊണ്ട് പറ്റും. അതുകൊണ്ട് തന്നെ പോർച്ചുഗീസ് യാത്രികർ പിന്നീട് വളരെ ദൂരത്തിൽ യാത്ര ചെയ്യാൻ തുടങ്ങി. അങ്ങനെ വാസ്കോ ഡ ഗാമയുടെ നേതൃത്വത്തിലുള്ള ഒരു ഷിപ്പ് 1498 ഇന്നത്തെ കോഴിക്കോട് എത്തിച്ചേർന്നു എന്നാണ് ചരിത്രം പറയുന്നത്. അവർ ഉപയോഗിച്ച റൂട്ട് ഇതാണ്. ആ ഷിപ്പ് തിരിച്ചു പോകുമ്പോൾ അവർക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടിരുന്ന സ്പൈസും ഏറിയാണ് പോയത്. ആ ഷിപ്പ് ഭയങ്കര പ്രോഫിറ്റ് ഉണ്ടാക്കിയ കാരണം കൂടുതൽ പോർച്ചുഗീസ് ഷിപ്പുകൾ ഇന്ത്യയിലേക്ക് വീണ്ടും വരാൻ തുടങ്ങി. ഇന്ത്യക്കാർ ആ ഷിപ്പിനെല്ലാം രാജകീയ വെൽക്കമാണ് കൊടുത്തത്. കാരണം വീണ്ടും കച്ചവടം പുരോഗമിച്ചു, അതിനനുസരിച്ച് വരുമാനവും. യൂറോപ്യൻ ട്രേഡർക്ക് ട്രേഡിങ്ങിന് ആവശ്യമായിട്ടുള്ള ചെറിയ പോർട്ടുകളും ചെറിയ കോളനികളും ഓരോ സ്ഥലത്ത് സെറ്റപ്പ് ചെയ്യാൻ തുടങ്ങി. ഒരു സൈഡിൽ പോർച്ചുഗീസുകാരുമായിട്ടുള്ള കച്ചവടം പുനരാരംഭിച്ചപ്പോൾ മറു സൈഡിൽ ഓട്ടോമാൻസിന്റെ നേതൃത്വത്തിൽ യുദ്ധങ്ങളും പിടിച്ചടക്കലുകളും നടന്നുകൊണ്ടേയിരുന്നു. ഓട്ടോമൻ എംപയറിന്റെ തുടക്കം 13ാം സെഞ്ചുറിയിലായിരുന്നു. തുർക്കിയിലെ അനറ്റോളിയ എന്ന സ്ഥലത്തുള്ള ഒരു ട്രൈബൽ ലീഡർ ആയിരുന്നു ഒട്ടോമാന്റെ സ്ഥാപകനായ ഉസ്മാൻ I. ഉസ്മാന്റെ കൂട്ടാളികൾ സുന്നി മുസ്ലിം ഐഡിയോളജി ഫോളോ ചെയ്യുന്ന മറ്റു ട്രൈബൽ ലീഡേഴ്സും അവരെ അന്നേരം ഭരിച്ചിരുന്ന റോമൻ എംപയറിനോട് താല്പര്യമില്ലാത്ത ആൾക്കാരുമായിരുന്നു. ഇവർ താമസിയാതെ തന്നെ സക്രിയ റിവർ അടക്കമുള്ള റോമൻ എംപയറിന്റെ മേജർ സിറ്റികൾ പിടിച്ചെടുത്തു. അങ്ങനെ കാലം കഴിയും തോറും കൂടുതൽ സിറ്റികൾ പിടിച്ചെടുക്കാൻ ഓട്ടോമാൻസിനെ കൊണ്ട് പറ്റി. 14ാം നൂറ്റാണ്ടായപ്പോഴേക്കും ഓട്ടോമാൻസ് ബൾഗേറിയ, സെർബിയ ഒക്കെ ആയി യുദ്ധം നടന്നതായി പറയുന്നു. ഇങ്ങനെ തുർക്കിയിൽ നിന്ന് തുടങ്ങിയ ഓട്ടോമാൻസ് 1481 അവരുടെ ടെറിട്ടറി ഇതായിരുന്നെങ്കിൽ 1566 ഇതായിരുന്നു അവരുടെ ടെറിട്ടറി. തുർക്കിക്ക് അടുത്തുള്ള ബാൽക്കൻസ് ഏരിയ ആയിരുന്നു അവരുടെ നോട്ടം. എന്നാൽ 1402 ടിമുറിഡ് എംപയറിന്റെ, ഇതൊരു മുഗൾ എംപയർ ആണ്, തലവനായിരുന്ന ടിമുർ ഓട്ടോമാൻസിനെ തോൽപ്പിച്ച് അനത്തോളിയയുടെ അധികാരം പിടിച്ചെടുക്കുകയും ബൈസിദ് I എന്ന സുൽത്താനെ തടവിലാക്കുകയും ചെയ്യുന്നു. ഇതിന് മെയിനായിട്ടുള്ള കാരണം മുഗളന്മാരുടെ യുദ്ധശൈലികളും ആയുധ നൈപുണ്യവുമാണ്. യുദ്ധത്തിൽ അവർ ഗൺ പൗഡർ അന്നേരം ഉപയോഗിച്ചിരുന്നു. ഇതാണ് ഓട്ടോമാൻസിന്റെ തോൽവിക്ക് കാരണമായ ഒരു കാര്യം. 1402 മുഗളന്മാരോട് തോറ്റെങ്കിലും പിന്നീട് വന്ന ഓട്ടോമാൻസ് പിൻഗാമികൾ മുഗളന്മാരുടെ ഇടയിൽ തന്നെ ഉണ്ടായ അസ്ഥിരാവസ്ഥയെ മുതലെടുത്ത് 1448 പോയതും എന്നാൽ പുതിയ സ്ഥലങ്ങളും പിടിച്ചെടുത്തു. യുദ്ധങ്ങളിൽ അവർ അടിമകളെ ഉപയോഗിച്ചിരുന്നു. ഇത് തോൽക്കുന്ന ആൾക്കാരെ അടിമകളായി പിടിക്കുകയും അതുപോലെ തന്നെ പല സ്ഥലങ്ങളും അടിമകൾക്ക് വേണ്ടി റെയ്ഡ് ചെയ്യുന്നതും സാധാരണമായ കാര്യമായിരുന്നു അന്നേരം. കാരണം അടിമകളും ഒരു വിൽപ്പന ചരക്കായിരുന്നു ആ സമയത്ത്. 1498 വാസ്കോ ഡ ഗാമ പുതിയ സീ റൂട്ട് കണ്ടുപിടിക്കുന്നത്. ഈ സീ റൂട്ടിന്റെ ഗുണം ഓട്ടോമാൻസിന് കൊടുക്കേണ്ട ടാക്സ് ഇല്ലാതെ തന്നെ കച്ചവടം നടത്താം എന്നുള്ളതായിരുന്നു. ഇത് ഓട്ടോമാൻസിനെ സാമ്പത്തികമായി വളരെ തളർത്തുകയും എന്നാൽ പോർച്ചുഗീസുകാരുമായിട്ടുള്ള എതിരിന് കാരണമാവുകയും ചെയ്യുന്നു. ഇന്ത്യയുമായിട്ട് വ്യാപാരം നടന്നില്ല എങ്കിലും ഓട്ടോമാൻസ് ഈസ്റ്റുമായിട്ടുള്ള കച്ചവടം തുടർന്നുകൊണ്ടേയിരുന്നു. കോഫി അന്നേരം ഫേമസ് ആയിട്ടുള്ള ഒരു ട്രേഡ് ഐറ്റം ആയിരുന്നു. ട്രേഡുകൾ നടന്നുകൊണ്ടേയിരുന്നു. ഓട്ടോമാൻസ് പുതിയ പടയൊരുക്കങ്ങളും നടത്തിക്കൊണ്ടേയിരുന്നു. എന്നാൽ ടിമുറിന്റെ തന്നെ പരമ്പരയിലുള്ള ടിമും എന്ന് പറയുന്ന മംഗോളിയൻ പടത്തലവന്റെയും ജംഗിസ് ഖാന്റെയും പരമ്പരയിലുള്ള ഉസ്ബെക്കിസ്ഥാനിൽ ജനിച്ച ബാബർ ഉസ്ബെക്കിസ്ഥാനിലെ സമർക്കന്ത് എന്ന് പറയുന്ന സ്ഥലം പിടിച്ചെടുക്കാൻ യുദ്ധം തുടങ്ങി. എന്നാൽ 3 തവണ പരാജയപ്പെട്ടതിനു ശേഷം സമർക്കന്ത് വിട്ട് വേറൊരു സ്ഥലമായ ഇന്ത്യയിൽ ആധിപത്യം സ്ഥാപിക്കാൻ അദ്ദേഹം ശ്രമിക്കുന്നു. ഇതിന് ഓട്ടോമാന്റെ സഹായവും അദ്ദേഹത്തിനുണ്ടായിരുന്നു. അങ്ങനെ ബാബർ ഡൽഹിയുടെ സുൽത്താനായ ഇബ്രാഹിം ലോധിയെ 1526 തോൽപ്പിച്ച് ഡൽഹിയുടെ അധികാരം പിടിച്ചെടുക്കുന്നു. ബാബർ തന്റെ ജീവിതം ആരംഭിച്ചത് സുന്നി മുസ്ലിം ആയിട്ടാണെങ്കിലും പിന്നീട് അദ്ദേഹത്തിന് വലിയ മാറ്റങ്ങൾ ഉണ്ടായി. പുതിയ സ്ഥലങ്ങൾ കീഴ്പ്പെടുത്തുന്നതിനോടൊപ്പം പ്രായം കൂടുന്തോറും സഹിഷ്ണുതയുള്ള ഒരു അധികാരിയായി മാറി എന്നാണ് ബാബറിനെ പറ്റി ചരിത്രം പറയുന്നത്. കവിത, ചരിത്രം, ഭൂമിശാസ്ത്രം, ജീവശാസ്ത്രം എന്നീ മേഖലയിലും അദ്ദേഹത്തിന് താല്പര്യമുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ബാബറിന്റെ കവിതകൾ ഇന്നും വളരെ ഫേമസ് ആണ് ചില ഏരിയകളിൽ. 1530 ബാബർ എന്ന മുഗൾ സാമ്രാജ്യത്തിന്റെ സ്ഥാപകൻ മരിക്കുന്നത്. അതിനുശേഷം അദ്ദേഹത്തിന്റെ പിൻഗാമികൾ പലരും ഉണ്ടാവുകയും ഓരോരുത്തരും ഓരോ രീതിയിലാണ് ഭരണം നടത്തിക്കൊണ്ടിരുന്നത്. ബാബറിന് ശേഷം തന്റെ മകനായ ഹുമയൂണും പിന്നീട് അദ്ദേഹത്തിന്റെ മകനായ അക്ബറും മുഗൾ സാമ്രാജ്യത്തെ ഭരിച്ചു. എന്നാൽ അക്ബറിന്റെ കാലത്താണ് കൂടുതൽ ടെറിട്ടറി പിടിച്ചെടുക്കാൻ മുഗളന്മാരെ കൊണ്ട് പറ്റിയത്. അതേപോലെ തന്നെ പുതിയ മോഡേൺ റൂൾസുകൾ കൊണ്ടുവരികയും അത് യൂറോപ്പുമായിട്ടുള്ള കച്ചവടത്തെ സഹായിക്കുന്നതിനൊക്കെ അക്ബറിന്റെ ഭരണകാലത്ത് പറ്റി. അക്ബറിന്റെ ഭരണകാലത്ത് എല്ലാ മതങ്ങൾക്കും പ്രാക്ടീസ് ചെയ്യാനുള്ള സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നു. അതേപോലെ തന്നെ ദീൻ ഇലാഹി എന്ന് പറയുന്ന പുതിയൊരു മതവും അദ്ദേഹം ഉണ്ടാക്കി. 1605 വരെ ആയിരുന്നു അക്ബർ ചക്രവർത്തിയുടെ ഭരണം അവസാനിക്കുമ്പോൾ അക്ബർ തന്റെ മകനായി മാറ്റിവെച്ചത് സ്റ്റേബിൾ ആയിട്ടുള്ള എക്കണോമിക്കലി പ്രോസ്പെറസ് ആയിട്ടുള്ള ഒരു സ്റ്റേറ്റ് ആയിരുന്നു. എന്നാൽ തന്റെ മകനായ ജഹാംഗീറിന് അക്ബറിന്റെ പാത പിന്തുടരാൻ താല്പര്യമില്ലായിരുന്നു.
അദ്ദേഹത്തിന്റെ പ്രവൃത്തികൾ കൂടുതലും ഇസ്ലാമികമായിരുന്നു. ഇത് മറ്റു മതം പ്രാക്ടീസ് ചെയ്യുന്നവരിൽ നീരസമുണ്ടാക്കി. അതേ സമയത്താണ് ബ്രിട്ടീഷുകാരുടെ ഇന്ത്യയിലേക്കുള്ള വരവും. ബ്രിട്ടീഷുകാർ ഇന്ത്യയിലേക്ക് വരുന്നത് 1600 കൂടിയാണ്. വരുന്നത് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ പേരിലാണ്. സ്വർണവും സിൽവറും തേടിയുള്ള യാത്രയാണ് ഇംഗ്ലീഷ് കപ്പിത്താനായ ഫ്രാൻസിസ് ഡ്രേക്കിനെ 1579 ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൽ എത്തിക്കുന്നത്. ഈ യാത്രയിൽ അദ്ദേഹം സുൽത്താനായ ബാബുള്ളയെ കാണുകയും സ്വർണവും സിൽവറും നൂലും അടക്കമുള്ള സാധനങ്ങൾ കൊടുത്ത് എക്സോട്ടിക് ആയിട്ടുള്ള സ്പൈസസുകൾ തിരിച്ചു വാങ്ങിക്കുകയും ചെയ്യുന്നു. ഈ ഒരു കാര്യം ഡ്രേക്കിനെ ബ്രിട്ടനിൽ ഒരു ഹീറോ ആക്കി മാറ്റുന്നു. ഈ യാത്രയുടെ അവസാനം ഇൻവെസ്റ്റ് ചെയ്ത എല്ലാ ഇൻവെസ്റ്റേഴ്സിനും ഏകദേശം 5000 മുകളിൽ മേലെ പ്രോഫിറ്റ് ഈ ഒരു ഒറ്റ യാത്ര കൊണ്ട് ഉണ്ടാക്കി കൊടുത്തു എന്നാണ് പറയുന്നത്. സമയത്ത് കടൽ വഴി കച്ചവടം ചെയ്യുന്ന കച്ചവടക്കാർ പോർച്ചുഗീസുകാരും സ്പാനിഷുകാരുമായിരുന്നു. ഇംഗ്ലീഷ് ഷിപ്പും മറ്റു ഷിപ്പുകളുമായി പലപ്പോഴും കടലിൽ അടി നടന്നിരുന്നു ഇതിന്റെ പേരിൽ. 1599 കൂടിയാണ് ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി എന്ന കമ്പനി ഫോം ചെയ്യുന്നത്. ഇതിന് സഹായം ചെയ്തിരുന്നത് ബ്രിട്ടീഷ് രാജ്ഞിയായിരുന്നു. ഈ കമ്പനിയിലെ മിക്ക ഇൻവെസ്റ്റേഴ്സും രാജ്ഞിയുടെ സഭയിലുള്ള ഉന്നത ഉദ്യോഗസ്ഥരായിരുന്നു. ഒരു കമ്പനിക്ക് ആവശ്യമുള്ള മോണോപ്പൊളി താമസിയാതെ നേടിയെടുത്തു. അതായത് ഇംഗ്ലീഷുകാർ ആരെങ്കിലും കച്ചവടം ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് ഈസ്റ്റ് ഇന്ത്യ കമ്പനി മുഖേന മാത്രമേ ആകൂ. അതിന് അവർ ഒരു ടാക്സും കൊടുക്കണം. ഇത് രാജ്ഞിയെ അപേക്ഷിച്ച് ഏറ്റവും വലിയൊരു സ്ട്രാറ്റജി ആയിരുന്നു. കാരണം പല കച്ചവടക്കാരുണ്ടെന്നുണ്ടെങ്കിൽ അവരുമായിട്ട് ടാക്സുകൾ കളക്ട് ചെയ്യുന്നത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. എന്നാൽ ഇപ്പോൾ ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി എല്ലാവരിൽ നിന്നും ടാക്സുകൾ വാങ്ങിക്കുകയും രാജ്ഞി ഡീൽ ചെയ്യേണ്ടത് ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുമായിട്ട് മാത്രമായി. അങ്ങനെ ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ പേരിൽ ഏഷ്യയുമായിട്ടുള്ള കച്ചവടം തുടങ്ങുന്നു. ഡച്ചുകാരുടെ ഏഷ്യയിലേക്കുള്ള കച്ചവട തുടക്കം വളരെ മോശമായിരുന്നു. അതിന് മെയിൻ ആയിട്ടുള്ള കാരണം ഡച്ചുകാരും പോർച്ചുഗീസ് കച്ചവടക്കാരുമായിരുന്നു. ഓൾറെഡി വന്നതിനാൽ അവർക്ക് ഈ ഏരിയയിൽ ഭയങ്കര ആഭിമുഖ്യമായിരുന്നു. അതിനാൽ തന്നെ ഇവർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പലപ്പോഴും കച്ചവടത്തെ തൊല്ലി അടിയും ഇടിയും ഒക്കെ നടന്നുകൊണ്ടിരുന്നു. 1615 മുഗൾ എംപററായ ജഹാംഗീറുമായിട്ടുള്ള സന്ധി പ്രകാരം ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് നല്ലൊരു തുടക്കം തുടങ്ങാൻ പറ്റി. ബ്രിട്ടീഷുകാർ പറഞ്ഞത് ഞങ്ങൾക്ക് വേറൊരു സഹായം കൂടി വേണം. ഇംഗ്ലീഷുകാർ ആരെങ്കിലും ഇന്ത്യയുമായിട്ട് ട്രേഡ് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ അത് ഈസ്റ്റ് ഇന്ത്യ കമ്പനി വഴി മാത്രമേ ആകാവൂ. അങ്ങനെ ചെയ്യാത്ത ആൾക്കാരെ അറസ്റ്റ് ചെയ്യാനും അവരുടെ സാധനങ്ങൾ പിടിച്ചെടുക്കാനും ഉള്ള അധികാരം കൂടി ഞങ്ങൾക്ക് തരണം. 1615 ചിലയിടങ്ങളിൽ മാത്രം ഉള്ള ഈസ്റ്റ് ഇന്ത്യ കമ്പനി 1750 ആയപ്പോഴത്തേന് ഇന്ത്യയുടെ പല സ്ഥലത്തും അവർക്ക് പോർട്ടുകൾ സ്വന്തമായിട്ടുണ്ടായി. ഇതിന്റെ വേറൊരു കാരണം മുഗൾ എംപററിന്റെ പതനവുമായിരുന്നു. എംപററായിരുന്ന ജഹാംഗീർ ഓപ്പിയവും മദ്യം ഇതേപോലെയുള്ള ലഹരി പദാർത്ഥങ്ങളുടെ അഡിക്റ്റ് ആയിരുന്നു എന്ന് ചരിത്രം പറയുന്നു. അതുകൊണ്ട് തന്നെ ജഹാംഗീറിന് ഭരണകാര്യത്തിൽ വലിയ താല്പര്യമില്ലായിരുന്നു. അദ്ദേഹത്തിന്റെ താല്പര്യം കൂടുതലും കൂട്ടുകാരുമൊത്ത് മദ്യം കഴിക്കുക ഇതുപോലുള്ള കാര്യങ്ങളായിരുന്നു. ബ്രിട്ടീഷ് അംബാസഡർ ആയിരുന്ന തോമസ് റോയ് അദ്ദേഹത്തിന്റെ ഒരു സുഹൃത്തായിരുന്നു. അദ്ദേഹം പലതവണ റെഡ് വൈൻ, ബിയർ ഇതേപോലെയുള്ള കാര്യങ്ങൾ അദ്ദേഹത്തിന് ഗിഫ്റ്റായി നൽകിയിരുന്നു എന്നും ചരിത്രം പറയുന്നു. 1627 വരെ ആയിരുന്നു ജഹാംഗീറിന്റെ ഭരണം. അത് കഴിഞ്ഞിട്ട് അദ്ദേഹത്തിന്റെ മകനായ ഷാജഹാൻ 1628 മുഗൾ എംപററിന്റെ ഭരണം ഏറ്റെടുത്തു. ആർട്ടിലും ആർക്കിടെക്ചറിലും ഒക്കെ താല്പര്യം കാണിച്ചിരുന്ന ഒരു ഭരണാധികാരിയായിരുന്നു ഷാജഹാൻ. ഷാജഹാന്റെ ഭരണകാലത്താണ് 1630 വരൾച്ച ഉണ്ടാകുന്നത്. ഏകദേശം 2 മില്യൺ ആൾക്കാര് വിശപ്പ് കൊണ്ട് മാത്രം മരിച്ചു. 1658 ഷാജഹാൻ അസുഖം പിടിക്കുന്ന സമയത്ത് അധികാരത്തെ ചൊല്ലി അദ്ദേഹത്തിന്റെ മക്കൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പലതരത്തിലുള്ള ഫൈറ്റുകൾ നടന്നതായി ചരിത്രം പറയുന്നു. മുഗൾ ശില്പകലയുടെ സ്വർണ്ണ യുഗത്തിന് തുടക്കമിട്ട ഒരാളായിരുന്നു ഷാജഹാൻ. അദ്ദേഹത്തിന്റെ ജീവിതം ഭയങ്കര ആർഭാടം നിറഞ്ഞതും. താജ്മഹലായിരുന്നു അദ്ദേഹത്തിന്റെ ഏറ്റവും പ്രശസ്തമായ സൃഷ്ടി. കോഹിന്നൂർ പോലെയുള്ള നിരവധി അമൂല്യ രത്നങ്ങൾ ഷാജഹാന്റെ കൈവശം ഉണ്ടായിരുന്നു. ഷാജഹാന്റെ ഭരണകാലത്ത് മുഗൾ കൊട്ടാരത്തിന്റെ ഭംഗിയും ആഡംബരവും അതിന്റെ പരമാവധിയിലായിരുന്നു. എന്നാൽ ഈ ഭംഗിയും കൊട്ടാര ജീവിതവും നിലനിർത്താനുള്ള ചെലവ് വരുമാനത്തെക്കാൾ വളരെ കൂടുതലായിരുന്നു. ഷാജഹാന് ശേഷം പിന്നീട് വന്ന ഭരണാധികാരിയായിരുന്നു ഔറംഗസീബ്. ഔറംഗസീബിന്റെ ഭരണകാലത്ത് മുഗൾ സാമ്രാജ്യം ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ സാമ്പത്തിക നിർമ്മാണ ശക്തിയായി മാറിയിരുന്നു. എന്നാൽ ഈ ശക്തി ഇങ്ങനെ നിലനിർത്തിക്കൊണ്ടു പോകാൻ ഔറംഗസീബ് എന്ന ഭരണാധികാരിയെ കൊണ്ട് പറ്റിയില്ല. ഇതിനുള്ള കാരണം മുഗൾ ഭരണാധികാരികൾ എല്ലാം തന്നെ മുസ്ലിം മതവിശ്വാസം ഫോളോ ചെയ്യുന്ന, എന്നാൽ ടെറിട്ടറികൾ ആക്രമിച്ച് കീഴ്പ്പെടുത്താൻ താല്പര്യമുള്ള ഭരണാധികാരികളായിരുന്നു. എന്നാൽ ഒരു ടെറിട്ടറി യുദ്ധത്തിലൂടെ പിടിച്ചെടുക്കുക എന്നുള്ളത് ചെലവ് കൂടിയ കാര്യമാണ്. അതിന് കുറെ പടയാളികൾ വേണം, അവരെ തീറ്റിപ്പോറ്റണം, കുറെ മിലിറ്ററി എക്യുപ്മെന്റ്സ് വേണം, അതിന് ചെലവുണ്ട്. എന്നാൽ ഇതിനുള്ള ചെലവുകളും പണങ്ങളും എല്ലാം കണ്ടെത്തിയിരുന്നത് ടാക്സിലൂടെയായിരുന്നു. ഔറംഗസീബ് അധികാരത്തിൽ വന്നതിന് ശേഷം ആദ്യം ചെയ്ത കാര്യം ഏകദേശം 65ഓളം ഉണ്ടായിരുന്ന ടാക്സുകൾ എല്ലാം ക്യാൻസൽ ചെയ്തു എന്നുള്ളതാണ്. അതിനുശേഷം അദ്ദേഹം ഏകദേശം 100 വർഷമായി നിർത്തിവെച്ചിരുന്ന സൈനിക സേവനത്തിന് പകരമായി മുസ്ലിം അല്ലാത്ത പ്രജകളിൽ നിന്ന് ഈടാക്കുന്ന സൈനിക നികുതിയായ ജിസ്യ നികുതി വീണ്ടും നടപ്പാക്കാൻ തീരുമാനിച്ചു. ഈ തീരുമാനത്തെ നിരവധി ഹിന്ദു ഭരണാധികാരികളും ഔറംഗസീബിന്റെ കുടുംബാംഗങ്ങളും മുഗൾ കോർട്ടിലുള്ള ഉദ്യോഗസ്ഥരും ശക്തമായി വിമർശിച്ചെങ്കിലും ചില ഇളവുകളോടുകൂടി ഈ നികുതി നടപ്പാക്കാൻ അദ്ദേഹം തീരുമാനിക്കുന്നു. ഈ നിയമത്തിലുണ്ടാകുന്ന മാറ്റം ഔറംഗസീബിനെതിരെയുള്ള കലാപങ്ങളുടെ തുടക്കത്തിന് കാരണമായി. ഓരോ ദിവസം കഴിയും തോറും കലാപകാരികളുടെ എണ്ണം കൂടി വന്നു. ഇതിന് കാരണം നിയമങ്ങളിൽ വീണ്ടും ഉണ്ടായ മാറ്റങ്ങളാണ്. ടാക്സുകൾ കളക്ട് ചെയ്യുന്നത് മുസ്ലിങ്ങളായിരിക്കണം, ഹിന്ദുക്കൾക്ക് കൂടുതൽ ടാക്സ്, മുസ്ലിം ആയിട്ടുള്ള കച്ചവടക്കാർക്ക് കുറവ് ടാക്സ്, ജിസിയ നേരിട്ട് കൊടുക്കണം, സ്ഥലത്തിന്റെ പേരിലുള്ള ടാക്സുകൾ കൂട്ടി,
ഇനി നിങ്ങൾ ഹിന്ദു ആണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സ്ഥലത്തിന് കൂടുതൽ ടാക്സ് കൊടുക്കണം. ഇങ്ങനെയുള്ള നിയമമാറ്റങ്ങളെല്ലാം തന്നെ ഔറംഗസീബ് എന്ന ചക്രവർത്തിയെ വെറുക്കാനും അദ്ദേഹത്തിനെതിരായ ഒരു റിബൽ കലാപങ്ങൾ ഉടലെടുക്കുന്നതിനും കാരണമായി. കലാപങ്ങൾ നടക്കുമ്പോൾ എങ്ങനെയാണ് പുരോഗമനം നടക്കുന്നത്, എങ്ങനെയാണ് ടാക്സ് കളക്ഷൻ നടക്കുന്നത്? എന്നാൽ ഈസ്റ്റ് ഇന്ത്യ കമ്പനിയെ അപേക്ഷിച്ച് ഈ കലാപങ്ങളെല്ലാം തന്നെ പുതിയൊരു ഓപ്പർച്യൂണിറ്റി ആയിരുന്നു. തുടർച്ചയായിട്ടുള്ള കലാപങ്ങൾ മുഗൾ സാമ്രാജ്യത്തെ തകർത്തുകൊണ്ടേയിരുന്നു. എന്നാൽ ഈസ്റ്റ് ഇന്ത്യ കമ്പനി അപേക്ഷിച്ച് ഇതെല്ലാം അവസരമായിരുന്നു. അവർ ആ അവസരങ്ങളെല്ലാം ശരിക്കും ഉപയോഗിക്കുന്നുണ്ടായിരുന്നു. മുഗൾ കോടതിയിലുള്ള അവരുടെ സ്വാധീനം ഈ സമയത്ത് കൂട്ടിക്കൊണ്ടേയിരുന്നു. അവർക്ക് ഫേവറേറ്റ് ആയിട്ടുള്ള പല നേതാക്കളെയും അവർ സ്പോൺസർ ചെയ്യുകയും ആ നേതാക്കന്മാർ കമ്പനിക്ക് ആവശ്യമായിട്ടുള്ള നിയമങ്ങൾ ഉണ്ടാക്കുകയും ചേഞ്ച് ചെയ്യുകയും ഒക്കെ ചെയ്തു. ഇതിന്റെ എല്ലാം ഫലമായി കമ്പനിക്ക് ഇന്ത്യയിൽ കൂടുതൽ സ്വാതന്ത്ര്യം കിട്ടിക്കൊണ്ടേയിരുന്നു. ഒരിക്കൽ വലുപ്പത്തിലും സമ്പത്തിന്റെ കാര്യത്തിലും മിലിറ്ററി ശക്തിയിലും ഒന്നാമതായിരുന്ന മുഗൾ എംപറർ ഔറംഗസീബിന്റെ സമയമായപ്പോഴത്തേക്കും ആ പ്രതാപങ്ങളൊക്കെ കൊഴിഞ്ഞു തുടങ്ങിയിരുന്നു. 1707 ഔറംഗസീബ് മരിക്കുന്നത്. അതിനുശേഷം തുടർച്ചയായിട്ടുള്ള ആഭ്യന്തര കലാപം മിലിറ്ററിയുടെ ശക്തി കുറയ്ക്കുന്നു. ഭരണാധികാരികൾക്ക് സാലറി ഇല്ലാതെയാകുന്നു. ഭരണാധികാരികൾ പിന്നീട് അധികാരങ്ങൾ പിടിച്ചെടുക്കുന്നു. അങ്ങനെ അധികാരം പിടിച്ചെടുത്ത ഒരു സ്ഥലമാണ് ഹൈദരാബാദ്. ആസഫ് ജാ എന്ന് പറയുന്ന ഔറംഗസീബിന്റെ തന്നെ ഒരു മിലിറ്ററി തലവൻ ഹൈദരാബാദിനെ ഒരു ഇൻഡിപെൻഡന്റ് കൺട്രി ആയിട്ട് പ്രഖ്യാപിക്കുകയും അതിന്റെ ഭരണം ആരംഭിക്കുകയും ചെയ്യുന്നു. എന്നാൽ ആസഫ് ജായുടെ മരണത്തിന് ശേഷം അധികാരത്തെ ചൊല്ലി അദ്ദേഹത്തിന്റെ മക്കൾ തമ്മിൽ അടിയുണ്ടാക്കുന്നു. അദ്ദേഹത്തിന്റെ മകനായ നസീർ ജംഗും അതുപോലെ തന്നെ ചെറുമകനായ മുസാഫർ ജംഗും തമ്മിൽ ഈ അടിയുടെ സമയത്താണ് വിദേശ ശക്തികളായ ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയും ഫ്രഞ്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഇവർക്ക് സപ്പോർട്ടായിട്ട് വരുന്നു. നസീർ ജംഗിന് സപ്പോർട്ട് ചെയ്തത് ബ്രിട്ടീഷ് ആണെന്നുണ്ടെങ്കിൽ മുസാഫിർ ജംഗിന് സപ്പോർട്ട് ചെയ്യുന്നത് ഫ്രഞ്ചുകാരാണ്. 1715 ഫ്രഞ്ചുകാരനായ ജോസഫും ബ്രിട്ടീഷ് ആർമി തലവനായ റോബർട്ട് ക്ലൈവും വരുന്നത്. ഇവരുടെ മെയിൻ ആയിട്ടുള്ള ലക്ഷ്യം കച്ചവടമായിരുന്നു. എന്നാൽ ഇന്ത്യയിൽ ഇവർക്ക് വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലായിരുന്നെങ്കിൽ പോലും യൂറോപ്യൻ കോണ്ടിനെന്റിൽ ഫ്രഞ്ചുകാരും ബ്രിട്ടീഷുകാരും ഒക്കെ തമ്മിൽ ഭയങ്കര ശത്രുതയിലായിരുന്നു. അവർ നിരന്തരം ഫൈറ്റ് ചെയ്തുകൊണ്ടേയിരുന്നു. എന്നാൽ പിന്നീട് ഇവർ തമ്മിലുള്ള ഫൈറ്റ് ഇന്ത്യൻ ഭൂഖണ്ഡത്തിലേക്കും വ്യാപിക്കുന്നു. അതിന് കാരണം 1746 പോണ്ടിച്ചേരിയിൽ നിന്ന് മദ്രാസിലേക്ക് പോയിക്കൊണ്ടിരുന്ന ഫ്രഞ്ചുകാരുടെ ഒരു ഷിപ്പിനെ ബ്രിട്ടീഷുകാർ പിടിച്ചെടുക്കുന്നു. അത് യുദ്ധത്തിലേക്ക് നയിക്കുന്നു. ഫ്രഞ്ചുകാർ പിന്നീട് ബ്രിട്ടീഷുകാരുടെ തന്നെ അതിലുണ്ടായിരുന്ന മദ്രാസ് പട്ടണം പിടിച്ചെടുക്കുന്നു. അതുപോലെ തന്നെ ബ്രിട്ടീഷ് ആർമി തലവനായ റോബർട്ട് ക്ലൈവിനെ തടവിലാക്കുകയും ചെയ്യുന്നു. എന്നാൽ പിന്നീട് റോബർട്ട് ക്ലൈവ് അവിടുന്ന് രക്ഷപ്പെടുന്നു. അങ്ങനെ 1748 ആ ചെറിയ യുദ്ധം അങ്ങനെ അവസാനിക്കുന്നു. ആ യുദ്ധത്തിന്റെ അവസാനം മദ്രാസ് ബ്രിട്ടീഷുകാർക്ക് തിരിച്ചു കൊടുക്കാമെന്നും അതുപോലെ തന്നെ കാനഡയിൽ ബ്രിട്ടീഷുകാർ ഫ്രഞ്ചുകാരിൽ നിന്ന് പിടിച്ചെടുത്ത ഒരു സ്ഥലം അവർക്ക് തിരിച്ചു കൊടുക്കാമെന്നും 1749-1754 കാലങ്ങളിൽ ഫ്രഞ്ചുകാരും ബ്രിട്ടീഷുകാരും തമ്മിൽ ഇന്ത്യയിൽ അധികം യുദ്ധങ്ങളൊന്നും നടന്നില്ല എങ്കിൽ പോലും ഇവർ സപ്പോർട്ട് ചെയ്തിരുന്ന പ്രോക്സികൾ തമ്മിൽ, അതായത് ഇന്ത്യയിലുള്ള ചെറിയ രാജാക്കന്മാർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഫൈറ്റുകൾ നടന്നുകൊണ്ടേയിരുന്നു. കർണാട്ടിക് യുദ്ധം എന്നാണ് ഈ യുദ്ധങ്ങളെല്ലാം അറിഞ്ഞിരുന്നത്. കർണാട്ടിക് എന്ന് പറയുന്ന പേര് യൂറോപ്യൻസ് കൊടുത്ത പേരാണ്. ഇത് സൗത്ത് ഇന്ത്യയിലുള്ള കോസ്റ്റൽ ഏരിയയിലുള്ള കൊടുത്ത പേരാണ്. ആ സമയം വരെ ഫോറിൻ പവറായിട്ടുള്ള ആൾക്കാരായിരുന്നു. ഒന്ന് ഫ്രഞ്ചുകാർ, ബ്രിട്ടീഷുകാർ, സ്പാനിഷുകാർ, ഡച്ചുകാർ, അതുപോലെയുള്ള ശക്തി. ഇവർ തമ്മിൽ ഇന്ത്യയിൽ യുദ്ധങ്ങളൊന്നും നടന്നിട്ടില്ല. കാരണം ഇന്ത്യയിലുള്ള ഇവരുടെ വരവ് സ്പൈസുകൾ കച്ചവടം ചെയ്യുക, കച്ചവട ആവശ്യത്തിന് വേണ്ടിയാണ് ഇവർ ഇന്ത്യയിൽ വന്നത്. കച്ചവടത്തിലൂടെ പൈസ ഉണ്ടാക്കുക എന്നുള്ള ലക്ഷ്യം മാത്രമായിരുന്നു ഇവർ വരുമ്പോൾ ഇവർക്കുണ്ടായിരുന്നു. എന്നാൽ ഇവർ ഭരിച്ചിരുന്ന വേറെ സ്ഥലങ്ങളിൽ, വേറെ കോളനികളിൽ ടെറിട്ടറിയെയും അതുപോലെ തന്നെ കടലിലുള്ള യാത്രയോ ഒക്കെ ചൊല്ലി പലതരത്തിലുള്ള യുദ്ധങ്ങൾ നടന്നിരുന്നു. ഇന്ത്യയിലേക്ക് ഇവരുടെ യുദ്ധങ്ങൾ ആരംഭിക്കുന്നത് 1707 ഔറംഗസീബിന്റെ മരണത്തിന് ശേഷമാണ്. അതിന് കാരണം ഔറംഗസീബിന്റെ മരണത്തിന് ശേഷം അധികാരത്തെ ചൊല്ലി പലതരത്തിലുള്ള കോൺഫ്ലിക്റ്റുകൾ ഉണ്ടാകും, കെയോസ് ഉണ്ടാകും. അങ്ങനെ 1707 മരണത്തിന് ശേഷം ഭരിക്കണം എന്ന് വിചാരിച്ചിരുന്ന ആൾക്കാർക്ക് ഈ ഫോറിൻ ശക്തികൾ അവരുടെ സപ്പോർട്ട് കൊടുക്കും. ഫോറിൻ ആൾക്കാരുടെ കപ്പലുണ്ടായിരുന്നു, യാത്രാ മാർഗങ്ങൾ ഉണ്ടായിരുന്നു, വെപ്പൺസ് ഉണ്ടായിരുന്നു. ഇങ്ങനെ ഒരു പാർട്ടിക്ക് സപ്പോർട്ട് കൊടുക്കുമ്പോൾ ആ പാർട്ടി എന്തെങ്കിലും കാരണം കൊണ്ട് വിജയിച്ചു കഴിഞ്ഞാൽ ആ ഫോറിൻ ശക്തിക്കും ആ ഏരിയയിൽ അവർക്ക് കൂടുതൽ കൺട്രോൾ കിട്ടുന്നു. അവിടുന്ന് കൂടുതൽ റിസോഴ്സുകൾ അവർക്ക് അവിടുന്ന് അടിച്ചു മാറ്റാൻ പറ്റുന്നു. ഇതായിരുന്നു അവരുടെ പിന്നിലുള്ള വേറൊരു ലക്ഷ്യം. അങ്ങനെ സൗത്ത് ഇന്ത്യ ഏരിയയിൽ ഫോറിൻ ശക്തികളുടെ സഹായത്തോടു കൂടി പലതരത്തിലുള്ള കോൺഫ്ലിക്റ്റുകൾ ഉണ്ടാകുന്നു. ആ കോൺഫ്ലിക്റ്റിന്റെ ഫലം ഓരോ യുദ്ധങ്ങൾ കഴിയും തോറും ഒരു പാർട്ടി വീക്ക് ആയിക്കൊണ്ടിരിക്കുകയായിരുന്നു. ചില സമയത്ത് ഫ്രഞ്ചുകാർ വീക്ക് ആകുമ്പോൾ മറ്റേ സമയത്ത് ബ്രിട്ടീഷുകാരായിരുന്നു വീക്കായിരുന്നു. എന്നാൽ ബ്രിട്ടീഷുകാരുടെ കയ്യിൽ ക്യാഷുകൾ വരാനുള്ള നല്ലൊരു സിസ്റ്റം ഉണ്ടായിരുന്നത് കൊണ്ട് തന്നെ ഫൈനാൻസിന്റെ കാര്യത്തിൽ കൂടുതൽ മെച്ചപ്പെട്ട രീതിയിലായിരുന്നു ഓരോ സമയം കഴിയും തോറും. അതുപോലെ തന്നെ അവർക്ക് മുഗൾ സാമ്രാജ്യത്തിലെ അധികാരങ്ങൾ പിടിച്ചെടുക്കാൻ വളരെ പെട്ടെന്ന് സാധിച്ചു. കാരണം മുഗളന്മാരുടെ കോട്ടിലിരിക്കുന്ന പല ആൾക്കാരും ബ്രിട്ടീഷുകാരുടെ പേറോളിലായിരുന്നു. അതുകൊണ്ട് തന്നെ ഓരോ വിജയം കഴിയും തോറും ബ്രിട്ടീഷുകാർ അവർക്ക് കിട്ടിയിരുന്ന ഓപ്പർച്യൂണിറ്റീസ് കറക്റ്റ് ആയിട്ട് യൂസ് ചെയ്തുകൊണ്ടിരുന്നു. അവർ കൂടുതൽ അധികാരങ്ങൾ ഇന്ത്യയിൽ നിന്ന് എഴുതി വാങ്ങിച്ചിരുന്നു. മൂന്നാമത്തെ കർണാട്ടിക് വാർ നടക്കുന്നത് 1757-1763 സമയങ്ങളിലാണ്. ഇത് നടക്കുന്നത് ഇന്ത്യൻ റീജിയനിൽ വെച്ചാണ്. ഫ്രഞ്ചുകാരും ബ്രിട്ടീഷുകാരും തമ്മിലാണ്. എന്നാൽ ആ സമയം ആയപ്പോഴത്തേനും ഫ്രഞ്ചുകാരുടെ ശക്തി കുറഞ്ഞുകൊണ്ടിരുന്നു. അവർക്ക് ഫൈനാൻഷ്യൽ സപ്പോർട്ട് ഇല്ലായിരുന്നു. എന്നാൽ ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ആ സമയമായപ്പോഴത്തേനും പൈസ ഉണ്ടാക്കുന്ന കാര്യത്തിൽ മുൻപന്തിയിലായിരുന്നു. അവരിൽ ഇഷ്ടംപോലെ ഫൈനാൻഷ്യൽ സപ്പോർട്ട് ഉണ്ടായിരുന്നു. വലിയ ബോട്ടുകൾ അവർക്കുണ്ടായിരുന്നു. പിന്നീട് ഇഷ്ടംപോലെ ആർംസും നല്ല മിലിറ്ററിയും അവർക്ക് സപ്പോർട്ടിനുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ മൂന്നാമത്തെ കർണാട്ടിക് വാർ ജയിച്ചത് ബ്രിട്ടീഷുകാരാണ്. ഈ വിജയത്തോടു കൂടി അവർ കൂടുതൽ റിസ്ക്
ആയിട്ടുള്ള ഒരു കാര്യം കൂടെ ചെയ്യാൻ തീരുമാനിച്ചു. മുഗളന്മാരുമായിട്ട് പുതിയ ഒരു എഗ്രിമെന്റ്. ആ എഗ്രിമെന്റ് പ്രകാരം ബീഹാർ, ബംഗാൾ എന്നീ സ്ഥലത്തുള്ള ടാക്സുകൾ ഡയറക്റ്റ് പിരിക്കാനുള്ള കമ്പനിക്കുള്ള അധികാരമായിരുന്നു. അതുപോലെ തന്നെ അവിടെ ജസ്റ്റിസും ലോയും എല്ലാം നടത്താനുള്ള അധികാരവും കമ്പനിക്ക് ആകണം എന്നുള്ളതായിരുന്നു. അതിന് പകരമായി ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി മുഗൾ എംപററിന് ഒരു തുക ടാക്സ് ആയിട്ട് കൊടുക്കും. അതുപോലെ തന്നെ ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ കൈവശം ഉണ്ടായിരുന്ന മിലിറ്ററി അവർക്ക് പ്രൊട്ടക്ഷനും കൊടുക്കും എന്നുള്ളതായിരുന്നു ആ എഗ്രിമെന്റ്. പ്രത്യക്ഷത്തിൽ ഇത് ചെറിയൊരു എഗ്രിമെന്റ് ആയി തോന്നാമെങ്കിലും ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയെ അപേക്ഷിച്ച് അവർക്ക് എന്താണ് ചെയ്യുന്നത് എന്നുള്ളതിനെ പറ്റി ശരിക്കുമുള്ള ധാരണയുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് അവർ ഇങ്ങനെ ഒരു റിസ്ക് എടുത്തത്, പ്രത്യേകിച്ച് ഈ കെയോസ് നടക്കുന്ന സമയത്ത്. കാരണം ഏതൊരു ഹെൽത്തി ആയിട്ടുള്ള എക്കോണമിയെ അപേക്ഷിച്ചും അവരുടെ ഹെൽത്ത് കാലത്ത് സൂക്ഷിക്കുന്ന ഘടകം അവിടുത്തെ ടാക്സ് ആണ്. ടാക്സ് സാധാരണ പിരിക്കുന്നത് അവിടുത്തെ ഗവൺമെന്റ് ആണ്. ഗവൺമെന്റ് പിരിക്കുന്ന ടാക്സ് എന്താണ് ചെയ്യുന്നത്? ഇത് തിരിച്ചു വീണ്ടും ആ എക്കോണമിയിൽ തന്നെ ഇറക്കുന്നു, കൂടുതൽ പ്രോഫിറ്റ് ഉണ്ടാക്കുന്നു. എന്നാൽ ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് ടാക്സ് പിരിക്കാനുള്ള അധികാരം കൊടുത്തതോടുകൂടി ഗവൺമെന്റിന് ഇനിയും ക്യാഷ് കിട്ടത്തില്ല. ആ ക്യാഷ് കിട്ടാൻ പോകുന്നത് ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയാണ്. എന്നാൽ ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി എന്താണ് ചെയ്യാൻ പോകുന്നത്? ഇന്ത്യ കമ്പനിയുടെ ഒരേ ഒരു ലക്ഷ്യം ഇന്ത്യയിൽ നിന്ന് മാക്സിമം പ്രോഫിറ്റ് ഉണ്ടാക്കുക, ആ പ്രോഫിറ്റ് UK-യിലുള്ള ഷെയർ ഹോൾഡേഴ്സിന് കൊടുക്കുക എന്നുള്ളതാണ്. ഇന്ത്യ കമ്പനിക്ക് ഈ എഗ്രിമെന്റ് വളരെ ഗുണപ്രദമായിട്ടുള്ള ഒരു എഗ്രിമെന്റ്. കാരണം ഗവൺമെന്റ് എന്തെങ്കിലും ചെയ്യണമെന്നുണ്ടെങ്കിൽ, ക്യാഷ് വേണമെന്നുണ്ടെങ്കിൽ ഗവൺമെന്റ് പോയി ചോദിച്ചിരുന്നത് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ അടുത്താണ്. കമ്പനിക്ക് പൈസ കൊടുക്കുകയോ കൊടുക്കാതിരിക്കുകയോ ചെയ്യാം. സാധാരണ ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഇന്ത്യയിൽ കിട്ടിയിരുന്ന പൈസ എല്ലാം UK-യിലുള്ള ഷെയർ ഹോൾഡേഴ്സിനാണ് കൊടുത്തുകൊണ്ടിരുന്നത്. അതുകൊണ്ട് തന്നെ അവർ പല രീതിയിലും പൈസ ഇല്ല, അതില്ല, ഇതില്ല എന്നൊക്കെ പറഞ്ഞാൽ ചില സമയത്ത് അവർ പൈസ കൊടുത്തിരുന്നു. ഏകദേശം 24% മേലെ ഇൻട്രസ്റ്റ് ആണ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഗവൺമെന്റിന്റെ അടുത്ത് ചോദിച്ചിരുന്നത്. ഇത് ഗവൺമെന്റിനെ കൂടുതൽ പ്രശ്നത്തിലാക്കുന്നു. ഗവൺമെന്റിന് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുമായിട്ടുള്ള ലയബിലിറ്റി കൂടി വരുന്നു. അങ്ങനെ അധികാരികൾ അധികാരം കാത്തു സൂക്ഷിക്കാൻ വേണ്ടി, പൈസ കിട്ടാൻ വേണ്ടി അവർ വീണ്ടും കൂടുതൽ പവറുകൾ ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് എഴുതി കൊടുത്തുകൊണ്ടേയിരുന്നു. അങ്ങനെ ഒരു സമയമായപ്പോൾ ഇന്ത്യയുടെ എല്ലാ മേഖലയിലുള്ള പവറും ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ കയ്യിലായി എന്നാണ് ചരിത്രം പറയുന്നത്. ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ പുതിയ ടാക്സ് സിസ്റ്റം എങ്ങനെയാണ് ഇന്ത്യൻ കൃഷി സമ്പദ് വ്യവസ്ഥയെ നശിപ്പിച്ചതെന്ന് നമുക്ക് നോക്കാം. ടാക്സ് പിരിക്കണമെന്നുണ്ടെങ്കിൽ കുറെ ആൾക്കാരെ ആവശ്യമുണ്ട്, കുറെ തൊഴിലാളികളെ ആവശ്യമുണ്ട്. എന്നാൽ ഈ തൊഴിലാളികൾക്കെല്ലാം സാലറി കൊടുക്കുകയും വേണം. ഇത് കമ്പനിയെ അപേക്ഷിച്ച് വളരെ നഷ്ടമുള്ള ഒരു ബിസിനസ്സാണ്. ഇത് കമ്പനിക്ക് കൃത്യമായിട്ട് അറിയാമായിരുന്നു. അതുകൊണ്ട് തന്നെ വിരലിൽ എണ്ണാവുന്ന ഓഫീസർമാർ മാത്രമേ കമ്പനിയുടെ വശത്തുണ്ടായിരുന്നുള്ളൂ. അതുപോലെ തന്നെ 3000-ഓളം വരുന്ന പടയാളികളും കമ്പനിക്ക് ഉണ്ടായിരുന്നു ടാക്സ് പിരിക്കാനായിട്ട്. ഇനി എന്തെങ്കിലും ഓഫീസേഴ്സ് കറപ്റ്റഡ് ആണെങ്കിൽ, അതായത് പിരിക്കുന്ന ക്യാഷ് അവർ കമ്പനിക്ക് കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ അവരെ കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടായിരുന്നു. ഇത് കമ്പനിക്ക് കറക്റ്റ് ആയിട്ട് അറിയാമായിരുന്നു. അതുകൊണ്ട് തന്നെ ടാക്സ് പിരിക്കുന്നതിനുള്ള റൂൾസുകൾ വളരെ കടുപ്പിച്ചതായിരുന്നു. എന്തൊക്കെയായിരുന്നു ആ റൂൾസുകൾ? കൃഷിക്കാർ അവർ കൃഷി ചെയ്യുന്ന ലാൻഡിന് ടാക്സ് കൊടുക്കണം. ആ ലാൻഡ് എത്രയാണ്, ഒരു കൃഷിക്കാരൻ എത്ര എമൗണ്ട് ആണ് കൊടുക്കേണ്ടത്, ഏത് സമയത്താണ് കൊടുക്കേണ്ടത്, ഇതിനെപ്പറ്റിയൊക്കെ കറക്റ്റ് ധാരണ ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഓഫീസേഴ്സിനുണ്ടായിരുന്നു. ടാക്സ് പിരിക്കാനുള്ള ആ ഏരിയയിലേക്ക് ഒരു എംപ്ലോയിയെ ഈസ്റ്റ് ഇന്ത്യ കമ്പനി പറഞ്ഞു വിടും. അവരുടെ ലക്ഷ്യം ടാക്സ് പിരിക്കുക എന്നുള്ളതാണ്. ഈ കമ്പനി ഉദ്ദേശിച്ച സമയത്ത്, കമ്പനി ഉദ്ദേശിച്ച രീതിയിലുള്ള ടാക്സ് കിട്ടിയില്ലെങ്കിലും ഈ ആളിനെ ജോലിയിൽ നിന്ന് പിരിച്ചുവിടുകയോ അല്ലെ ഡീപ്രൊമോട്ട് ചെയ്യുകയോ ചെയ്തു. ഇതുകൊണ്ട് തന്നെ ടാക്സ് പിരിക്കുക അല്ലാതെ വേറൊരു കാര്യത്തിനും ഈ എംപ്ലോയി കൊണ്ട് പറ്റത്തില്ലായിരുന്നു. എംപ്ലോയി എക്സ്ട്രാ ടൈം എല്ലാ മനസാക്ഷിയൊക്കെ കാണിച്ച് എന്തെങ്കിലുമൊക്കെ ചെയ്തു കഴിഞ്ഞാലും അവരെ അങ്ങനെയുള്ള ആൾക്കാരെ പിരിച്ചുവിടുകയും ചെയ്തിരുന്നു. ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഒരേ ഒരു ലക്ഷ്യം മനസാക്ഷിയുള്ള ഓഫീസേഴ്സിനെ ഉണ്ടാക്കുകയായിരുന്നില്ല. അവരുടെ ലക്ഷ്യം മാക്സിമം ക്യാഷ് ഉണ്ടാക്കുക, ആ ക്യാഷ് UK-യിലുള്ള പാർട്ട്നേഴ്സിനും എത്തിച്ചു കൊടുക്കുക. ഒരു തരത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ മനസാക്ഷി ഇല്ലാത്ത ക്രൂരന്മാരായിരുന്നു ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ടാക്സ് പിരിക്കുന്ന ആൾക്കാരും അവരുടെ പടയാളികളും. ഇനി അവർ ആ ടാക്സ് സിസ്റ്റത്തിൽ ചെയ്ത വേറൊരു മാറ്റം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, കർഷകൻ വിള ഉണ്ടായാലും വിള നശിച്ചാലും ടാക്സ് കൊടുക്കണം. അതിനു മുമ്പേ വരെ രാജാക്കന്മാരുടെ ഭരണകാലത്ത് ഇതല്ലായിരുന്നു സ്ഥിതി. ഇനി ഏതെങ്കിലും ഒരു സീസണിൽ കൃഷി നശിച്ചാൽ ആ കർഷകന് ടാക്സ് കൊടുക്കേണ്ട കാര്യമില്ല. അതുപോലെ തന്നെ രാജാവ് ആ കർഷകന് വിള കൊടുത്തിരുന്നു, അതുപോലെ തന്നെ ആഹാരങ്ങൾ കൊടുത്തിരുന്നു. എന്നാൽ ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും തന്നെ ചെയ്തിരുന്നില്ല. വിള നശിച്ചാലും വിള നശിച്ചില്ലെങ്കിലും, പട്ടിണിയാണേലും പരിവാരമാണെന്നുണ്ടെങ്കിൽ പോലും ടാക്സുകൾ കൃത്യമായിട്ട് കർഷകൻ കൊടുത്തിരിക്കണം. അതുപോലെ തന്നെ ഈ ടാക്സുകളെല്ലാം ക്യാഷ് ഇനത്തിൽ കൊടുക്കാൻ ഈസ്റ്റ് ഇന്ത്യ കമ്പനി കർഷകൻ എടുത്തു. അതുവരെ കർഷകൻ അവൻ കൃഷി ചെയ്തിരുന്ന വിളകൾ അങ്ങോട്ടും ഇങ്ങോട്ടും എക്സ്ചേഞ്ച് ചെയ്യാമായിരുന്നു. എന്നാൽ ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ പുതിയ നിയമപ്രകാരം കർഷകന് ടാക്സ് ആയിട്ട് ക്യാഷ് തന്നെ കൊടുക്കണം എന്നുള്ള ഒരു സിസ്റ്റം വന്നു. ഇതോടുകൂടി കർഷകൻ അവർ കൃഷി ചെയ്യുന്ന സാധനങ്ങൾ മാർക്കറ്റിൽ കൊണ്ടുപോയി ക്യാഷിന് വേണ്ടി വിൽക്കേണ്ട ഒരവസ്ഥ വരുന്നു. അതുകൊണ്ട് തന്നെ വിളയ്ക്ക് അധികം വില കിട്ടാതെ. ഇത് തന്നെയായിരുന്നു ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് വേണ്ടുന്നത്. കർഷകൻ ഒരിക്കലും ടാക്സ് കൊടുക്കാൻ പറ്റാത്ത അവസ്ഥയിലാക്കുകയായിരുന്നു. അതുകൊണ്ട് എന്തുപറ്റി? കർഷകൻ സാധാരണ കൃഷി ചെയ്യുന്ന വിള മാറിയിട്ട് കൂടുതൽ ക്യാഷ് കിട്ടുന്ന വിളയിലേക്ക് തിരിഞ്ഞു. അതായത് ഇൻഡിഗോ പോലെയുള്ള
കൂടുതൽ ക്യാഷ് കിട്ടുന്ന ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് ആവശ്യമായിട്ടുള്ള വിളകൾ കർഷകൻ കൃഷി ചെയ്യുകയും ആ വിളകൾ ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് ഡയറക്റ്റ് കൊണ്ടുപോയി കൊടുത്തിട്ട് ക്യാഷ് ആയിട്ട് കൂലി വാങ്ങിക്കുകയും ചെയ്യും. ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഒരു ലക്ഷ്യം ഇത് തന്നെ ആയിരുന്നു, ഒരു സ്ഥലത്തു നിന്ന് മാക്സിമം കിട്ടാവുന്ന പ്രോഫിറ്റ് ഉണ്ടാക്കിയെടുക്കുക. ഇനി ആ കർഷകൻ ഇതൊക്കെ ചെയ്തിട്ട് കൃഷി നന്നായില്ല, എല്ലാം നന്നായിട്ട് കിട്ടിയില്ല, അവന് വീണ്ടും നഷ്ടമാണെങ്കിലോ കർഷകന്റെ കൃഷിയിടം ഈസ്റ്റ് ഇന്ത്യ കമ്പനി എഴുതി വാങ്ങിച്ചു. അതുപോലെ തന്നെ ആ കർഷകനെ തന്നെ അവന്റെ ആ സ്ഥലത്ത് പണിക്ക് വെച്ച് ആ പൈസ അവനിൽ നിന്ന് ഈടാക്കിയിരുന്നു. ഇന്ത്യയെക്കാട്ടിലും കൂടുതൽ പ്രോഫിറ്റ് കിട്ടിയിരുന്ന ഒരു വിളയായിരുന്നു ഓപ്പിയം. ആ സമയത്ത് ചൈനക്കാർ ഒന്നും തന്നെ വാങ്ങിച്ചിരുന്നില്ല. അവർ അവരിലുള്ള സാധനങ്ങളെല്ലാം കൊടുത്തിട്ട് സിൽവർ പകരം വാങ്ങിച്ചിരുന്നു. കാരണം സിൽവർ അന്നേരം ഒരു കറൻസി ആയിരുന്നു. അങ്ങനെ ചൈനക്കാരും ബ്രിട്ടീഷുകാരും തമ്മിൽ സിൽവറിലായിരുന്നു കച്ചവടങ്ങൾ നടന്നിരുന്നത്. അതുകൊണ്ട് തന്നെ ഇംഗ്ലീഷുകാരിലുള്ള സിൽവർ കറൻസി എല്ലാം തീർന്നു. അന്നേരമാണ് ഓപ്പിയത്തിനെ പറ്റി ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്കാർ അറിയുന്നതും. അതുകൊണ്ട് തന്നെ ഇന്ത്യയുടെ നിരവധി സ്ഥലത്ത് ഓപ്പിയം പ്ലാന്റേഷനുകൾ സ്ഥാപിക്കുകയും ചെയ്തു. കൂടുതൽ ക്യാഷ് കിട്ടുന്ന ഓപ്പിയം, ഇൻഡിഗോ, ഷുഗർ എന്നീ വിളകൾ കൂടുതൽ രീതിയിൽ കൃഷി ചെയ്യാൻ തുടങ്ങി ഇന്ത്യയിലുള്ള കർഷകർ. ഇതിന്റെ ഫലമായി കഴിക്കാനുള്ള സാധനങ്ങളുടെ കൃഷി വളരെ കുറഞ്ഞു. 1793-1900 കാലഘട്ടത്തിൽ ഏകദേശം 30 ലക്ഷത്തോളം ആൾക്കാർ വിശപ്പ് കൊണ്ട് മാത്രം ഇന്ത്യയിൽ മരിച്ചു എന്നാണ് കണക്കുകൾ പറയുന്നത്. നിങ്ങളൊന്ന് ആലോചിക്കണം, ലോകത്തിലെ തന്നെ ഏറ്റവും വളക്കൂറായിട്ടുള്ള, ഏറ്റവും റിച്ച് ആയിട്ടുള്ള, ഏറ്റവും കൂടുതൽ കൃഷി ഉള്ള ഇന്ത്യയിലാണ് ഇത് സംഭവിക്കുന്നത്. എന്തായാലും ഇന്ത്യയിലുള്ള ആൾക്കാർ മരിക്കുകയാണെന്നുണ്ടെങ്കിലും ബ്രിട്ടീഷ് സാമ്രാജ്യം വളർന്നുകൊണ്ടേ ഇരിക്കുകയായിരുന്നു. ഒരു കാലത്ത് ഇന്ത്യ സാമ്പത്തികമായി വളരെ മുന്നിൽ നിന്നിരുന്ന ഒരു ഇക്കോണമി ആയിരുന്നു. ഇതിനുള്ള ഒരു കാരണം അഗ്രികൾച്ചറൽ ഇൻഡസ്ട്രി ആണെന്നുണ്ടെങ്കിൽ കൃഷി മാത്രമായിരുന്നില്ല ഇന്ത്യയുടെ ഈ സാമ്പത്തിക മുന്നോട്ടത്തിനുള്ള കാരണം. ഇന്ത്യക്ക് മറ്റ് ഇൻഡസ്ട്രീസും ആ സമയത്തുണ്ടായിരുന്നു. ഇന്ത്യക്ക് സ്റ്റീൽ, കപ്പ്, ടെക്സ്റ്റൈൽ എന്നീ മാനുഫാക്ചറിംഗ് മേഖല കൂടി ഇന്ത്യയുടെ കയ്യിലായിരുന്നു. ലോകത്തിലെ തന്നെ ഏറ്റവും കൂടുതൽ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള സിസ്റ്റം യൂസ് ചെയ്യുന്ന ഒരു കോണ്ടിനെന്റ് ആയിരുന്നു ഇന്ത്യൻ കോണ്ടിനെന്റ് ആ സമയത്ത്. അതുകൊണ്ട് തന്നെ ഇന്ത്യയുടെ പ്രോഡക്റ്റുകൾ വളരെ ബെസ്റ്റ് ആയിരുന്നു, എന്നാൽ ലോ പ്രൈസുമായിരുന്നു. ഇതൊക്കെയാണ് ഇന്ത്യയെ ആ സമയത്തെ ഏറ്റവും വലിയ സാമ്പത്തിക ശക്തിയാക്കി മാറ്റിയത്. എന്നാൽ ബ്രിട്ടീഷ് ഇന്ത്യക്കാർ ഇതെല്ലാം കൈയടക്കണമെന്നുള്ള ഒരു ആഗ്രഹമായി. ഇതൊക്കെ കൈയടക്കണമെന്നുണ്ടെങ്കിൽ ഒരു സിസ്റ്റം വേണമല്ലേ? എന്താണ് ആ സിസ്റ്റം? ഒരു പുതിയ സിസ്റ്റം ഇംപ്ലിമെന്റ് ചെയ്യുന്നു. അതേ സമയത്താണ് USA ഇൻഡിപെൻഡൻസ് ആയിട്ട് ഡിക്ലെയർ ആകുന്നത്. അതുവരെ ബ്രിട്ടീഷുകാർക്ക് ആവശ്യമായിട്ടുള്ള കോട്ടൺ പ്രൊഡ്യൂസ് ചെയ്യുന്ന കോളനീസ് ആയിരുന്നു USA-യുടെ വരെ. എന്നാൽ USA-യുടെ ഇൻഡിപെൻഡൻസിന് ശേഷം പുതിയ ഒരു കോളനി തേടി നടക്കുകയായിരുന്നു ബ്രിട്ടീഷുകാർ. അവർ കണ്ടുപിടിച്ച സ്ഥലമോ ഇന്ത്യ. ഇന്ത്യയിൽ ഓൾറെഡി ആ സമയത്ത് കോട്ടൺ ഇൻഡസ്ട്രി ഉണ്ടായിരുന്നു. ഇന്ത്യയുടെ ടെക്സ്റ്റൈൽ വളരെ ഫേമസ് ആയിരുന്നു. അതുപോലെ തന്നെ ലോ പ്രൈസിലുമായിരുന്നു. ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി എന്ത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ കമ്പനിയുടെ കീഴിലുള്ള എല്ലാ കോളനീസും ഈ ഇൻഡസ്ട്രീസിന് ആവശ്യമായിട്ടുള്ള റോ മെറ്റീരിയൽസ് ഉണ്ടാകുന്ന സ്ഥലമായി മാറി. അങ്ങനെ കിട്ടുന്ന റോ മെറ്റീരിയൽ ഇവിടുന്ന് കളക്ട് ചെയ്തിട്ട് അവർ UK-യിലേക്ക് കൊണ്ടുവന്നു. UK-യിലുള്ള അവരുടെ ഫാക്ടറിയിൽ പുതിയ സാധനങ്ങൾ UK-യുടെ പേരിൽ ഉണ്ടാക്കിയിട്ട് UK-യുടെ പേരിൽ പുറത്തു വിടുന്നു. അങ്ങനെ ഇന്ത്യയുടെ റോ മെറ്റീരിയൽസ് ഉപയോഗിച്ച് UK-യിൽ ഉണ്ടാക്കുന്ന സ്ഥലം തിരിച്ച് ഇന്ത്യയിൽ തന്നെ വന്ന് ഇന്ത്യയുടെ കസ്റ്റമേഴ്സിന് തന്നെ തിരിച്ചു വെക്കുന്നു. ചെറിയ പൈസയ്ക്ക് കിട്ടിയ സാധനം കൊണ്ട് കൂടുതൽ പൈസയ്ക്ക് വിൽക്കുന്ന ഒരു സിസ്റ്റം. അതായിരുന്നു ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി കണ്ടുപിടിച്ച പുതിയ സിസ്റ്റം. ഇത് മാത്രമല്ല ഇവർ ചെയ്തത്, ഇവർ ഡിമാൻഡ് ഉണ്ടാക്കാൻ വേണ്ടി ഇന്ത്യയിൽ ഉണ്ടാക്കുന്ന ഇന്ത്യൻ പ്രൊഡക്റ്റ് ആയിട്ടുള്ള എല്ലാ സാധനത്തിനും ടാക്സ് കൂട്ടുകയാണ് ചെയ്തത്. അതായത് ഇന്ത്യൻ സാധനത്തിന് ടാക്സ് കൂടുതൽ, ബ്രിട്ടീഷ് നിർമ്മിത സാധനത്തിന് ടാക്സ് കുറവ്. താമസിയാതെ തന്നെ കസ്റ്റമേഴ്സ് എല്ലാം തന്നെ ബ്രിട്ടീഷ് സാധനങ്ങൾ വാങ്ങിച്ചു തുടങ്ങി. അങ്ങനെ ഒരു സമയമായപ്പോൾ ഇന്ത്യയുടെ സാധനങ്ങൾ വാങ്ങിക്കാൻ ആൾക്കാരില്ലാതായി. അതോടുകൂടി ഇന്ത്യൻ ഫാക്ടറീസ് എല്ലാം പൂട്ടേണ്ടതായിട്ട് വരുന്നു. അങ്ങനെ ഒരു സമയത്ത് ഇന്ത്യയുടെ കയ്യിലുണ്ടായിരുന്ന ഈ ഒരു ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രി ഇംഗ്ലണ്ടുകാരുടെ കയ്യിലാവുന്നു. ഇന്ത്യയിൽ ജനസംഖ്യ കൂടുതലായതുകൊണ്ട് തന്നെ കസ്റ്റമേഴ്സ് ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു. പിന്നീടാണ് കൂടുതൽ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള സ്റ്റീം എഞ്ചിൻ പോലെയുള്ള സാധനങ്ങൾ കണ്ടുപിടിക്കുന്നത്. സ്റ്റീം എഞ്ചിന്റെ കണ്ടുപിടിച്ചതോടുകൂടി കുറഞ്ഞ സമയം കൊണ്ട് തന്നെ കൂടുതൽ സാധനങ്ങൾ ഉണ്ടാക്കാൻ ബ്രിട്ടീഷുകാരെ കൊണ്ടുപോയി. കൂടുതൽ ഫാക്ടറീസ് ബ്രിട്ടീഷുകാരോട് ഉണ്ടാക്കുന്നു. അങ്ങനെ ബ്രിട്ടീഷിന്റെ ഇൻഡസ്ട്രീസ് പെട്ടെന്ന് തന്നെ ബൂം ആയിക്കൊണ്ടിരിക്കുന്നു. ഇതേ സെയിം സിസ്റ്റം തന്നെയാണ് ഒരു അടുത്ത ഇൻഡസ്ട്രി ആയിട്ടുള്ള സ്റ്റീൽ ഇൻഡസ്ട്രിയിലും ഇംപ്ലിമെന്റ് ചെയ്തത്. ഏറ്റവും നല്ല സ്റ്റീൽ അല്ലെങ്കിൽ ഏറ്റവും നല്ല സ്റ്റീൽ മെറ്റീരിയൽ കിട്ടിയിരുന്നത് ഇന്ത്യയിൽ നിന്നായിരുന്നു. എന്നാൽ ഇതേ സിസ്റ്റം അവർ വീണ്ടും സ്റ്റീൽ ഇൻഡസ്ട്രിയിൽ എടുക്കുന്നു. റോ മെറ്റീരിയൽസ് ഇവിടുന്ന് കളക്ട് ചെയ്തിട്ട് ആ റോ മെറ്റീരിയൽസ് UK-യിലേക്ക് കൊണ്ടുപോകുന്നു. UK-യിലുള്ള ഫൈനൽ പ്രൊഡക്റ്റ് ആണ് പിന്നീട് UK നിർമ്മിത സാധനമാണ് ഫൈനലി കസ്റ്റമേഴ്സിന് കിട്ടിയിരുന്നത്. ആ സാധനങ്ങൾ യൂറോപ്പിലുള്ള പല സ്ഥലത്തും അതുപോലെ തന്നെ ഇന്ത്യക്കാർക്കും തിരിച്ചു വയ്ക്കുന്നു. ഇതായിരുന്നു ഇവർ കണ്ടുപിടിച്ച ഈ പുതിയ സിസ്റ്റം. അങ്ങനെ ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രി നശിപ്പിച്ചതിന് ശേഷം സ്റ്റീൽ ഇൻഡസ്ട്രിയിലേക്ക് കടക്കുന്നു. സ്റ്റീൽ ഇൻഡസ്ട്രി നശിപ്പിച്ചതിന് ശേഷം കപ്പൽ നിർമ്മാണശാലകളും ഇതേപോലെ നശിപ്പിക്കുന്നു. അങ്ങനെ ഒരു സമയത്ത് ഇന്ത്യയിൽ ഉണ്ടായിരുന്ന കപ്പൽ നിർമ്മാണശാലകൾ എല്ലാം ബ്രിട്ടനിലേക്ക് മാറും. അങ്ങനെ ഒരു സമയത്ത് സാമ്പത്തിക ശക്തിയായിരുന്ന ഇൻഡസ്ട്രികൾ പലതും ഉണ്ടായിരുന്ന ഇന്ത്യ അവസാനം ബ്രിട്ടീഷുകാർക്ക് റോ മെറ്റീരിയൽസ് ഉണ്ടാക്കുന്ന ഒരു സ്ഥലം മാത്രമായി മാറുന്നു. എന്നാൽ ബ്രിട്ടീഷുകാർ ഉണ്ടാക്കുന്ന ഈ പ്രൊഡക്റ്റ് വാങ്ങിക്കുന്നത് ആരാണ്? ഇന്ത്യൻ കസ്റ്റമേഴ്സ്. അങ്ങനെ ബ്രിട്ടീഷുകാർക്ക് വേണ്ടി മാത്രം ജീവിക്കുന്ന ഒരു ജീവികൾ ആയി ഒരു സമയത്ത് ഇന്ത്യക്കാർ. ഇത് മാത്രമല്ല, ഇന്ത്യയുടെ ഈ പതനവും ഇന്ത്യൻ ഇൻഡസ്ട്രീസിന്റെ ഈ തകർച്ചയും പട്ടിണിയും ദാരിദ്ര്യവും എല്ലാം ചില ആൾക്കാർക്ക് മനസ്സിലാവുന്നുണ്ടായിരുന്നു. അവർക്കറിയാമായിരുന്നു ഇതിന്റെ എല്ലാം കാരണക്കാർ ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയാണ്. അതുകൊണ്ട് തന്നെ 1857 അവർ ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്കെതിരെ ഒരു കലാപം നടത്തുന്നു. ഈ കലാപത്തിൽ
കലാപത്തിൽ ഏകദേശം 80,000 പേര് പങ്കെടുത്തു എന്നാണ് കണക്കുകൾ പറയുന്നത്. ആ കലാപത്തിൽ ജയിച്ചെങ്കിലും അവർക്കറിയാമായി ഇങ്ങനെ മുന്നോട്ട് പോകാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് പകരം ബ്രിട്ടീഷുകാർ ഇന്ത്യയുടെ ഭരണം ഏറ്റെടുക്കാൻ തീരുമാനിക്കുന്നത്. അതിന്റെ ഫലമായി വന്നതാണ് ബ്രിട്ടീഷ് രാജ്. ബ്രിട്ടീഷ് രാജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? പണ്ട് കമ്പനിക്കാരായിരുന്നു ഗവർണറെ നിയമിച്ചിരുന്നതെങ്കിൽ ഇപ്പോൾ ഗവർണറെ നിയമിക്കാൻ പോകുന്നത് രാജ്ഞിയാണ്. കമ്പനിയുടെ ഷെയർ ഹോൾഡേഴ്സിന് പകരം ഇന്ത്യയുടെ പാർലമെന്റിലെ ആൾക്കാരാണ്. പകരം ബ്രിട്ടീഷ് ഗവൺമെന്റ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് ഒരു തുക കൊടുക്കും എന്നുള്ളൊരു തീരുമാനമായി. സന്തോഷമായി. പക്ഷെ ഇതൊന്നും അല്ലായിരുന്നു അവരെ അലട്ടുന്ന വേറൊരു കാര്യം. 80,000 പേരാണ് ആദ്യത്തെ കലാപത്തിൽ പങ്കെടുത്തത്. എന്നാൽ ഇതുപോലത്തെയുള്ള കലാപങ്ങൾ ഇനിയും ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്. കൂടുതൽ ആൾക്കാർ ഈ കലാപത്തിലേക്ക് വരും. അത് വലിയൊരു പ്രശ്നമാകും. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ബ്രിട്ടീഷുകാരെ കൊണ്ട് തടുക്കാൻ പറ്റില്ല. കാരണം വളരെ കുറച്ച് ആൾക്കാരെ ബ്രിട്ടീഷുകാരുടെ പേറോളിനകത്തുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ കമ്പനി പുതിയ ഒരു സ്ട്രാറ്റജിയാണ് ഈ ഒരു പ്രോബ്ലം സോൾവ് ചെയ്യാൻ വേണ്ടി ഉണ്ടാക്കിയത്. ആ പുതിയ സ്ട്രാറ്റജിയാണ് ഡിവൈഡ് ആൻഡ് കോൺകർ എന്ന് പറയുന്ന സ്ട്രാറ്റജി. പ്ലാൻ ഇതായി: ഇന്ത്യക്കാരെ പലതരത്തിൽ പല രീതിയിൽ ഡിവൈഡ് ചെയ്യുക, എന്നിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ബലമായി മത്സരിപ്പിക്കുക. ഒരു എക്സാമ്പിൾ ഇങ്ങനെയാണ്: ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഡയറക്റ്റ് ആയിട്ട് ഒരു സ്ഥലത്തും ഭരിച്ചിരുന്നില്ല. അവരുടെ ആൾക്കാർ അല്ലെങ്കിൽ അവരുടെ രാജാക്കന്മാരായിരുന്നു അവിടെ ഭരിച്ചത്. ഈ രാജാക്കന്മാർക്കെല്ലാം ഒരേ റൈറ്റ്സ് ആയിരുന്നില്ല ഈസ്റ്റ് ഇന്ത്യ കമ്പനി കൊടുത്തിരുന്നത്, അല്ലെങ്കിൽ ബ്രിട്ടീഷ് ഗവൺമെന്റ് കൊടുത്തിരുന്നത്. അവർക്ക് കിട്ടിയിരുന്ന പദവിയിൽ വ്യത്യാസമുണ്ടായിരുന്നു, ആനുകൂല്യത്തിൽ വ്യത്യാസമുണ്ടായിരുന്നു. ചില രാജാക്കന്മാരുടെ കുട്ടികളെ ബ്രിട്ടനിൽ കൊണ്ടുപോയി പഠിപ്പിക്കാനുള്ള സൗകര്യം ഉണ്ടായിരുന്നു. എന്നാൽ ഈ ആനുകൂല്യങ്ങളൊന്നും എല്ലാ രാജാക്കന്മാർക്കും ഒരുപോലെ അവർ കൊടുത്തിരുന്നില്ല. ഇത് മനഃപൂർവ്വം കൊടുക്കാതിരുന്നതാണ്. കാരണം എന്താണ്? രാജാക്കന്മാർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു കോമ്പറ്റീഷൻ ഉണ്ടാക്കാൻ വേണ്ടി. അതുകൊണ്ട് തന്നെ ഈ പദവികൾ കാത്തു സൂക്ഷിക്കാൻ, അതായത് രാജാക്കന്മാരെ അപേക്ഷിച്ച് ബ്രിട്ടീഷുകാരുടെ ഈ പദവികളെല്ലാം തന്നെ ഒരു പ്രസ്റ്റീജിയസ് ഇഷ്യൂ തന്നെയായിരുന്നു. ഇന്ത്യക്കാരുടെ സ്വഭാവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രസ്റ്റീജ് ഒരു വല്ലാത്ത സംഭവമാണ്. ഇന്ത്യക്കാരെ അപേക്ഷിച്ച് ഭയങ്കര ഇമോഷണൽ ആയിട്ടുള്ള ആൾക്കാരാണ് ഇന്ത്യക്കാർ. എന്നാൽ ബ്രിട്ടീഷുകാർക്ക് ഇന്ത്യക്കാരുടെ ഈ വീക്ക്നെസ് നല്ലപോലെ അറിയാമായിരുന്നു. ബ്രിട്ടീഷുകാർക്ക് അറിയാമായിരുന്നു ഇന്ത്യക്കാർ ഈ പദവി കാത്തു സൂക്ഷിക്കാൻ ചെയ്യേണ്ട എല്ലാ കാര്യങ്ങളും ചെയ്യുമെന്ന്. അങ്ങനെ രാജാക്കന്മാർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു കോമ്പറ്റീഷൻ ഇതുമൂലം ഉണ്ടാക്കാൻ പറ്റി. ഇതേ പോളിസിയാണ് എല്ലായിടത്തും ചെയ്തുകൊണ്ടിരുന്നത്. വേറൊരു എക്സാമ്പിൾ ആണ് ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് പ്ലാന്റേഷൻ ഉണ്ടായിരുന്നു. ഞാൻ പറഞ്ഞു പലതരത്തിലുള്ള പ്ലാന്റേഷൻ, ഓപ്പിയം, കരിമ്പ്. എന്നാൽ ഇന്ത്യയിലുള്ള എല്ലാ ആൾക്കാർക്കുമുള്ള ജോലി ബ്രിട്ടീഷുകാരുടെ കയ്യിലില്ലായിരുന്നു. ഇത് ബ്രിട്ടീഷുകാർക്ക് ഒരു പ്രോബ്ലം ആകുമെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് അവർ എന്ത് ചെയ്തു? അവർ ചില ആൾക്കാർക്ക് മാത്രം ജോലി കൊടുത്തു. അതായത് ഒരു ഏരിയയിലുള്ള ഹിന്ദുസിന് മാത്രം ജോലി കൊടുക്കുക, അല്ലെങ്കിൽ ഒരു ഏരിയയിലുള്ള മുസ്ലിംസിന് മാത്രം, അല്ലെങ്കിൽ സിഖുകാർക്ക് മാത്രം, ഒരു കൂട്ടത്തിലുള്ള ഒരു കൂട്ടം ആൾക്കാർക്ക് മാത്രം ജോലി കൊടുക്കുക. അങ്ങനെ ഒരു കൂട്ടം ആൾക്കാർക്ക് മാത്രം ജോലി കൊടുക്കുമ്പോൾ മറ്റേ കൂട്ടം ഇവരുമായിട്ട് ഫൈറ്റ് ചെയ്യും. അങ്ങനെ മറ്റേ കൂട്ടം എപ്പോഴും കോൺഫ്ലിക്റ്റ് ആകുമ്പോൾ എങ്ങനെയാണ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി അല്ലെങ്കിൽ ബ്രിട്ടീഷുകാരുമായിട്ട് ഫൈറ്റ് ചെയ്യാനുള്ള സമയം കിട്ടുന്നത്? അങ്ങനെ ഓരോ ടൈപ്പിലുള്ള കോമ്പറ്റീഷനും അവർ എല്ലാ ഏരിയയിലും ഉണ്ടാക്കി. അങ്ങനെ ചെറിയ പ്രശ്നങ്ങൾ എല്ലാ സ്ഥലത്തും ഉണ്ടാക്കാൻ പറ്റി. അങ്ങനെ ഒരു സമയത്ത് ഒന്നായിട്ടിരുന്ന ഇന്ത്യയെ ഒരു ചെറിയ പ്രശ്നം ഉണ്ടാക്കുന്ന ചെറിയ ഗ്രൂപ്പുകളാക്കി മാറ്റാൻ പറ്റി. ഇതായിരുന്നു ഇവരുടെ വിജയം. നമ്മളൊന്ന് സൂക്ഷിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഈ ഡിവൈഡ് ആൻഡ് റൂൾ പോളിസി ഇന്ന് ഇന്ത്യയുടെ പല ഭാഗത്ത് ഇപ്പോഴും കാണാൻ പറ്റും. ജാതി തിരിച്ചും, മതം തിരിച്ചും, ഏരിയ തിരിച്ചും, സൗത്തും നോർത്തും, വലിയവനും ചെറിയവനും, ഈ പാർട്ടിക്കാരനും ആ പാർട്ടിക്കാരനും, പഠിച്ചവനും പഠിക്കാത്തവരും, ഡോക്ടറും വക്കീലും, ചെരുപ്പിടുന്നവനും ചെരുപ്പിടുന്നവനും ഷൂ ഇടുന്നവനും, ആണും പെണ്ണും തമ്മിലുള്ള ഡിവിഷൻ. അങ്ങനെ ഈ ഡിവിഷൻ എല്ലാ ഏരിയയിലും നമുക്ക് കാണാൻ പറ്റും. ബ്രിട്ടീഷുകാർ ചെയ്ത ഒരു ചെയ്ത്തേ, എന്തൊരു ചെയ്ത്താണല്ലേ. ബ്രിട്ടീഷ് ഭരണകാലത്ത് ഇന്ത്യയെ നിയന്ത്രിക്കാൻ അവർ ഉപയോഗിച്ച ഏറ്റവും ശക്തമായ ആയുധമായിരുന്നു ഇന്ത്യൻ സിവിൽ സർവീസ് അല്ലെങ്കിൽ ICS എന്ന് പറയുന്നത്. ഇനി എന്തിനു വേണ്ടിയാണ് ഈ ഇന്ത്യൻ സിവിൽ സർവീസ് ഉണ്ടായത് എന്ന് നമുക്ക് നോക്കാം. ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ വരുന്നത് കച്ചവടത്തിന് വേണ്ടിയാണ്. കച്ചവടത്തിലൂടെ ലാഭം ഉണ്ടാക്കുക, ആ ലാഭം ബ്രിട്ടനിലുള്ള ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ പാർട്ട്നേഴ്സിന് എത്തിക്കുക. കമ്പനിയുടെ പാർട്ട്നേഴ്സ് ആയിട്ടുള്ള എല്ലാ ആൾക്കാരും ബ്രിട്ടീഷ് ഗവൺമെന്റിലെ ഉന്നത ഉദ്യോഗസ്ഥരായി. അവർ ഈ ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഭരിക്കുന്ന കോളനീസിൽ നിന്ന് കിട്ടിയിരുന്ന കാശുകളെല്ലാം ബ്രിട്ടനിൽ ഇൻവെസ്റ്റ് ചെയ്യുകയായിരുന്നു. ബ്രിട്ടനിൽ ജനങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള പുതിയ കാര്യങ്ങൾ കൊണ്ടുവരികയാണ്. അതിന്റെ ഫലമോ ജനങ്ങൾ സന്തോഷവാന്മാരാകുന്നു, ജനങ്ങൾ വീണ്ടും ഇവരെ തന്നെ എലക്ട് ചെയ്യുന്നു. അങ്ങനെ ജനങ്ങളെ വീണ്ടും ഭരിക്കാനുള്ള ഒരു പെർമിഷൻ ആയിരുന്നു ഇവർക്ക് ഇതോടുകൂടി കിട്ടിയിരുന്നത്. ഈ ഒരു ഭരണം നിലനിർത്തണമെന്നുണ്ടെങ്കിൽ ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് അല്ലെങ്കിൽ ബ്രിട്ടീഷുകാർക്ക് ശരിക്കും അറിയാമായിരുന്നു ഇന്ത്യയിൽ നിന്നും ക്യാഷുകൾ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കണം. എന്നാൽ ഇന്ത്യയിലുണ്ടായ ഈ റൈറ്റ്സ് കാരണം ഇവർക്ക് മനസ്സിലായി ഇത് അങ്ങനെ പോകാൻ പറ്റില്ല എന്ന്. അതുകൊണ്ട് തന്നെ ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയെ ക്യാൻസൽ ചെയ്തിട്ട് ബ്രിട്ടീഷ് ഗവൺമെന്റ് ഇന്ത്യയിലെ ഭരണം ഏറ്റെടുക്കുന്നു. എന്നാൽ ഇന്ത്യ എന്നുള്ളത് വലിയ ഒരു രാജ്യമാണ്. വലുപ്പത്തിന്റെ കാര്യത്തിലും ജനസാന്ദ്രതയുടെ കാര്യത്തിലും വളരെ കുറച്ച് ആൾക്കാർ മാത്രമേ ബ്രിട്ടീഷ് ഗവൺമെന്റിന്റെ എംപ്ലോയീസ് ആയിട്ടുണ്ടായിരുന്നുള്ളൂ. ഏകദേശം 3000 കോടി വരുന്ന ജനങ്ങളെ കൺട്രോൾ ചെയ്യുക എന്നുള്ളത് ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമായിരുന്നു. അത് സോൾവ് ചെയ്യാൻ വേണ്ടിയാണ് അവർ ബ്രിട്ടീഷ് ഇന്ത്യൻ സിവിൽ സർവീസ് എന്ന് പറയുന്ന പുതിയ ഒരു സിസ്റ്റം കൊണ്ടുവന്നത്. ഇത് ബ്രിട്ടീഷ് സിവിൽ സർവീസിന്റെ ഒരു മോഡൽ തന്നെയായിരുന്നു. അതായത് രാജ്യം നിയന്ത്രിക്കുന്ന ഒരു ശക്തമായ കർശനമായ ഭരണവ്യവസ്ഥ. ICS മെമ്പേഴ്സ് ആയിട്ടുള്ള ആൾക്കാർക്ക് ഇന്ത്യയിലെ ലോ ആൻഡ് ഓർഡർ, ടാക്സ് കളക്ഷൻ, ഡെവലപ്മെന്റ് എന്നീ എല്ലാത്തിനും പെർമിഷൻ ഇതായിരുന്നു ഇന്ത്യൻ സിവിൽ സർവീസ്. ഇന്ത്യക്കാർക്ക് ആർക്കും ICSന്റെ മെമ്പർഷിപ്പ് കിട്ടാതിരിക്കാൻ വേണ്ടി ഈ ICSന്റെ എക്സാം വർഷത്തിൽ ഒരിക്കലാകുന്നു. ലണ്ടനിൽ വെച്ചായിരിക്കണം. നിങ്ങൾ ഓർക്കണം, ഇന്ത്യയിൽ നിന്ന് ലണ്ടനിൽ പോയി പഠിക്കുക, അവിടെ ഇരുന്നിട്ട് പാസ്സാകുക, ഇതൊക്കെ ഭയങ്കര ചെലവേറിയ കാര്യമായതുകൊണ്ട് തന്നെ ഇന്ത്യക്കാരൊന്നും ഈ ഒരു ICS പരീക്ഷയ്ക്ക് വേണ്ടി പോകത്തില്ല എന്നുള്ളതായിരുന്നു അവരുടെ
ഉദ്ദേശം. ഇതിന്റെ പ്രായപരിധി അതുപോലെ തന്നെ 18 മുതൽ 23 വരെയാക്കി. ഇനി ആ പരീക്ഷ പാസ്സായി കഴിഞ്ഞാൽ 2 വർഷം ലണ്ടനിൽ പ്രൊബേഷൻ പീരീഡ് ആയിരിക്കും. ഈ സമയത്ത് ഈ ഓഫീസേഴ്സ് അവർ ഏത് ഭാഗത്താണോ ഭരിക്കാൻ പോകുന്നത് ആ സ്ഥലത്തെ ലാംഗ്വേജ് പഠിക്കുന്നു, അതുപോലെ തന്നെ മറ്റു റൂൾസുകളും പഠിക്കുന്നു. ആൾക്കാർ ചെയ്തിരുന്ന ഒരു റൂൾസ് എന്തായിരുന്നു ചോദിച്ചു കഴിഞ്ഞാൽ, ഇന്ത്യയിൽ കലാപങ്ങളും പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടാക്കുമ്പോൾ ഓഫീസേഴ്സ് ജനങ്ങളുടെ അടുത്ത് പറയും, ഞങ്ങൾ ഇത് ചെയ്യാൻ പോവുകയാണ്, ബ്രിട്ടീഷുകാർ നല്ലൊരു കാര്യം നിങ്ങൾക്ക് വേണ്ടി ചെയ്യാൻ പോവുകയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് പുതിയ സാധനങ്ങളെ പറ്റി അനൗൺസ്മെന്റ് ചെയ്യുന്നു. എന്നാൽ പ്രത്യക്ഷത്തിൽ ഇത് പുതിയ ഡെവലപ്മെന്റ് പ്ലാനായി തോന്നുമെങ്കിലും ഇതിന്റെ സത്യാവസ്ഥ ഇതൊന്നും ഇംപ്ലിമെന്റ് ചെയ്യാൻ പോകുന്ന പ്ലാൻ ആയിരുന്നില്ല. പ്ലാനുകൾ ഇംപ്ലിമെന്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അവർ കൂടുതൽ പേപ്പർ വർക്കുകൾ ഇംപ്ലിമെന്റ് ചെയ്തു, കൂടുതൽ പ്രൊസീജിയർ. ഒരു കാര്യം ചെയ്യണമെന്നുണ്ടെങ്കിൽ 10 ഡിപ്പാർട്ട്മെന്റിൽ അല്ലെ 20 ഡിപ്പാർട്ട്മെന്റിന്റെ പെർമിഷൻ. അത് കാരണം ഇംപ്ലിമെന്റ് ചെയ്യാൻ താല്പര്യമുള്ള ഒരു പ്ലാനുകളും ഇംപ്ലിമെന്റ് ആയിരുന്നില്ല ഈ പ്രോസസ്സിന്റെ കോംപ്ലിക്കേഷൻസ് കാരണം. ഇത് തന്നെയായിരുന്നു അവരുടെ ലക്ഷ്യം. ഒരു പ്രോസസ്സും ഒരു ഡെവലപ്മെന്റ് പ്ലാനുകളും ഇന്ത്യയിൽ ഉണ്ടാകാതിരിക്കുക, എന്നാൽ അതേസമയം ഇന്ത്യയിൽ നിന്ന് മാക്സിമം കിട്ടാവുന്ന സാധനങ്ങൾ അടിച്ചു മാറ്റുക. ഇതായിരുന്നു ബ്രിട്ടീഷ് ഗവൺമെന്റിന്റെ അല്ലെങ്കിൽ ICS ആൾക്കാരുടെ ലക്ഷ്യം. ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ നിന്ന് 347 വർഷത്തിന് ശേഷം 1947 തിരിച്ചു പോയി എന്നാണ് പറയുന്നത്. എന്നാൽ എന്റെ അഭിപ്രായത്തിൽ ബ്രിട്ടീഷുകാർ ഇതുവരെ ആയിട്ടും ഇന്ത്യയിൽ നിന്ന് പോയിട്ടില്ല. കാരണം അവർ അന്ന് ഇംപ്ലിമെന്റ് ചെയ്ത ആ ഡിവൈഡ് ആൻഡ് റൂൾ സിസ്റ്റം അത് ഇപ്പോഴും നമുക്ക് പലയിടത്തും നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും. മതത്തിന്റെ പേരിലുള്ള ഡിവിഷൻ, ജാതിയുടെ പേരിലുള്ള ഡിവിഷൻ, ചെയ്യുന്ന ജോലിയുടെ പേരിലുള്ള ഡിവിഷൻ, കളറിന്റെ പേരിലുള്ള ഡിവിഷൻ, പെണ്ണും ആണും തമ്മിലുള്ള ഡിവിഷൻ, ഇങ്ങനെയുള്ള ഡിവിഷൻസ് എല്ലാ സ്ഥലത്തും നമുക്ക് കാണാൻ പറ്റും. ഒരു സമയത്ത് ഇന്ത്യ ഭയങ്കര സാമ്പത്തിക ശക്തിയായിരുന്ന ഇന്ത്യ സാമ്പത്തിക ശക്തിയാകാനുള്ള ഒരു കാര്യം ഇതുപോലുള്ള ഇഷ്യൂസ് ഒന്നും ഇല്ലാത്തതാണ്. ഇന്ത്യ എന്ന് പറയുന്നത് ഒരു രാജ്യമായിരുന്നു. എന്നാൽ ആ ഒരു രാജ്യത്തെയാണ് ഇപ്പം ഡിവൈഡ് ചെയ്ത് പല കഷണങ്ങളാക്കിയേക്കുന്നത്. എന്തായാലും ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. നിങ്ങളുടെ അഭിപ്രായങ്ങളും കമന്റുകളും അറിയിക്കുക.